കർത്താവിന് സ്തോത്രം. വീണ്ടും നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് പഠിക്കുവാൻ ഒരു സന്ദർഭം കൂടെ കർത്താവ് നൽകിയതോർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് നമ്മുടെ സബ്ജക്റ്റ് നിങ്ങൾ ഓർക്കുമല്ലോ. നാം സ്വർഗത്തിലേക്ക് വിളിക്കപ്പെട്ടവരും ഭൂമിയിലേക്ക് അയക്കപ്പെട്ടവരുമാണ്. നമ്മുടെ ഐഡൻറ്റിറ്റിയുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നമ്മൾ എന്തിനായി വിളിക്കപ്പെട്ടുവെന്നും എന്താണ് നമ്മുടെ മിഷനെന്നും, നമ്മുടെ ഡെസ്റ്റിനേഷൻ, നമ്മുടെ മിഷൻ, ഇത് രണ്ടുമാണ് നമ്മൾ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് ഡെസ്റ്റിനേഷൻ നമുക്കറിയാം, നമ്മൾ സ്വർഗത്തിനായി വിളിക്കപ്പെട്ടവരാണ് എന്നുള്ളത് നമ്മൾ പഠിച്ചു. നമ്മൾ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞതുപോലെ നമുക്ക് തീർച്ചയായും നമ്മൾ സ്വർഗത്തിനായി വിളിക്കപ്പെട്ടവരാണ്. എന്നാൽ സ്വർഗത്തിനായി വിളിക്കപ്പെട്ടവർ സ്വർഗത്തിനായി ഒരുക്കപ്പെടേണ്ട ആവശ്യമുണ്ട്. യേശു തൻ്റെ ശിഷ്യന്മാരെ അതിനുവേണ്ടി ഒരുക്കുന്ന കാര്യമാണ് നമ്മൾ കഴിഞ്ഞ സെഷനിൽ കണ്ടത്. നമുക്ക് അവൻ്റെ നാമം, ദൈവത്തിൻ്റെ നാമം അല്ലെങ്കിൽ സ്വഭാവം നമുക്ക് വെളിപ്പെടുത്തി. സ്വഭാവം മാത്രമല്ല, അവൻ്റെ വചനം, അതായത് ദൈവത്തിൻ്റെ ഹൃദയം നമുക്ക് അവിടുന്ന് പകർന്നു തന്നു. അങ്ങനെ നമ്മെ അവിടുന്ന് സ്നേഹിതന്മാരാക്കി എന്ന് തന്നെയല്ല, നമുക്ക് പിതാവ് പുത്രന് നൽകിയ അതേ യോഗ്യത നമുക്ക് നൽകി. അതായത് പുത്രന് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കാൻ യോഗ്യതയുള്ളതുപോലെ ഇപ്പോൾ നമ്മളും യോഗ്യരായി തീർന്നു. അത് നമ്മുടെ യോഗ്യതയല്ല, അത് പുത്രൻ നമുക്ക് നൽകിയ യോഗ്യതയാണ് എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞത്. അതുകൊണ്ട് നമുക്ക് ആ യോഗ്യത നമ്മൾ കഴിഞ്ഞ സെഷനിൽ കണ്ടതുപോലെ എന്തിനു വേണ്ടിയാണ്? പിതാവും പുത്രനും തമ്മിലുള്ള കൂട്ടായ്മയിലേക്ക് നമ്മളെയും കൂടെ യേശു ചേർക്കുകയാണ്. അതായത് ദൈവവും യേശുവും ഒരുമിച്ചുള്ള കൂട്ടായ്മയിലേക്ക് നമ്മളും കൂടെ കയറുകയാണ്. അതൊരു വലിയൊരു അനുഭവമാണ്. അങ്ങനെ ദൈവവും യേശുവും തമ്മിലുള്ള കൂട്ടായ്മയിലേക്ക് നമുക്ക് പ്രവേശനം ലഭിക്കുന്നതിനാണ് ഇപ്പോൾ നമ്മൾ യോഗ്യരായി തീർന്നിരിക്കുന്നത്. ആ യോഗ്യതയുടെ പ്രത്യേകതകളൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചു. അതായത് ഇതൊന്നും നമ്മുടെ പ്രത്യേകത കൊണ്ടല്ല, നമ്മുടെ പാപങ്ങൾ മോചിക്കുന്നതിന് വേണ്ടി യേശു കർത്താവ് കാൽവറി ക്രൂശിൽ മരിച്ച് അങ്ങനെയാണ് നമ്മൾ യോഗ്യരായി തീർന്നത് എന്നുള്ളതും നമ്മൾ കണ്ടു. എന്നാൽ ഈ യോഗ്യത നമുക്ക് ലഭിക്കുമ്പോൾ ഇവിടെ തന്നെ നമുക്ക് ദൈവവുമായിട്ട് കൂട്ടായ്മയുണ്ട്. ഇവിടെ തന്നെ നമുക്ക് ദൈവമായിട്ട് കൂട്ടായ്മയുണ്ട്. എന്നാൽ ഈ കൂട്ടായ്മ ഇവിടം കൊണ്ട് മാത്രം തീരുന്നതല്ല. നമുക്ക് യേശു ഇരിക്കുന്ന ഇടമായ ആ സ്വർഗത്തിലേക്ക്, ദൈവത്തിൻ്റെ വാസസ്ഥലമായ സ്വർഗത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ആ അവസ്ഥയുമുണ്ട്. അതായത് ഇപ്പോൾ തന്നെ നമ്മൾ ഇവിടെ ദൈവവും യേശുവും ഒരുമിച്ചുള്ള കൂട്ടായ്മയിലെ അംഗങ്ങളാണ്. പരിശുദ്ധാത്മാവും ദൈവവും യേശുവും പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒരുമിച്ചുള്ള കൂട്ടായ്മ. യോഹന്നാന്റെ സുവിശേഷം 14, 15 അധ്യായങ്ങളൊക്കെ വായിക്കുമ്പോൾ, 16 അധ്യായങ്ങളൊക്കെ വായിക്കുമ്പോൾ മനസ്സിലാകുന്നത് ആ കൂട്ടായ്മയിൽ പിതാവുണ്ട്, പുത്രനുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് ഞാനും പിതാവും. എന്നിട്ട് ആ കൂട്ടായ്മയെക്കുറിച്ച് പറഞ്ഞിട്ട് വരികയാണ്, ഞാനും ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങൾ വന്ന് അവനിൽ വാസം ചെയ്യും. ആര്? പിതാവും യേശുവും. എന്നാൽ ഓൾറെഡി നമ്മുടെ ഉള്ളിലേക്ക് ആര് വന്നിട്ടുണ്ട്? അത് പറയുന്നു പരിശുദ്ധാത്മാവ്. ഞാൻ പറഞ്ഞല്ലോ, സമയത്തിൻ്റെ പരിമിതി കൊണ്ട് നമ്മളതിലേക്ക് പോകുന്നില്ല. അപ്പം നമ്മൾ ഇപ്പോൾ പരിശുദ്ധാത്മാവുണ്ട്, പിതാവ് ഉണ്ട്, പുത്രനും ഉണ്ട്. പിതാവും പുത്രനും വന്ന് നമ്മിൽ വാസം ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഓൾറെഡി പരിശുദ്ധാത്മാവിനെ നൽകി കഴിഞ്ഞു. അങ്ങനെ പരിശുദ്ധാത്മാവും പിതാവും പുത്രനും ഒരുമിച്ച് നമ്മിൽ വാസം ചെയ്യുന്ന ആ കൂട്ടായ്മയുടെ വലിയ ഒരു സാഹചര്യം. എന്നാൽ അതോടൊപ്പം പറയുന്നത് ഇവിടെ ഈ കൂട്ടായ്മയിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞു. എന്നാൽ ദൈവത്തിൻ്റെ വാസസ്ഥലമായ സ്വർഗത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുവാനാണ്. അങ്ങനെ കൊണ്ടുപോകുക മാത്രമല്ല, അവിടെ കൂടെ പാർപ്പിക്കാനുള്ള യോഗ്യതയാണ്. അപ്പോൾ യോഗ്യത ഇവിടുത്തെ കൂട്ടായ്മയ്ക്ക് മാത്രമല്ല, അവനോടുകൂടെ വസിക്കാനും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നാം ദൈവത്തിനായി വിളിക്കപ്പെട്ടവരാണ് എന്നുള്ളതാണ് എൻ്റെ ആശ്വാസം. ആ കൂട്ടായ്മയിലേക്ക് ഞാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ ഞാൻ സ്വർഗത്തിനായി വിളിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ പ്രത്യാശ. അപ്പോൾ എൻ്റെ പ്രത്യാശ ഭൂമിയിലുള്ള ഒരു കാര്യവുമായിട്ടും ബന്ധപ്പെടുത്തിയല്ല. എൻ്റെ പ്രത്യാശ, ഞാനിപ്പോൾ എൻ്റെ ആശ്വാസം എന്താണ്? എനിക്ക് ദൈവവുമായിട്ട് കൂട്ടായ്മയുണ്ടെന്നുള്ളതാണ് എൻ്റെ ആശ്വാസം. യേശുവുമായിട്ട്, പിതാവുമായിട്ട്, പുത്രനുമായിട്ട്, പരിശുദ്ധാത്മാവുമായിട്ട് എനിക്ക് കൂട്ടായ്മയുണ്ട്. അതാണ് എൻ്റെ ആശ്വാസം. എന്നാൽ എൻ്റെ പ്രത്യാശ എന്താണ്? ആ യേശുവിനോടുകൂടെ ഞാൻ പിതാവിൻ്റെ സന്നിധിയിൽ, പിതാവിൻ്റെ ഭവനത്തിൽ എത്തിച്ചേരുമെന്നുള്ളതാണ് എൻ്റെ പ്രത്യാശ. ആ പ്രത്യാശയാണ് യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ
നമ്മൾ ആദ്യം തൊട്ട് കാണുന്നത്. അപ്പോൾ ആ യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം തുടങ്ങുന്നത് തന്നെ നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുതെന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ട് കലങ്ങാൻ പാടില്ല എന്ന് ചോദിക്കുന്നത്, അതിനകത്ത് ഒറ്റ കാര്യം പറയുന്നുള്ളൂ, പിതാവിൻ്റെ ഭവനം. പെട്ടെന്ന് അങ്ങോട്ട് കയറുന്നത് പിതാവിൻ്റെ ഭവനത്തിലേക്കാണ്. ദാറ്റ് ഈസ് ദർ. ഈ സാഹചര്യം നമ്മളൊന്ന് മനസ്സിലാക്കണം. യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ 13:3, പിതാവ് സകലവും തൻ്റെ കയ്യിൽ തന്നിരിക്കുന്നു എന്നും താൻ ദൈവത്തിൻ്റെ അടുക്കൽ നിന്നു വന്നു ദൈവത്തിൻ്റെ അടുക്കൽ പോകുന്നുവെന്നും യേശു അറിഞ്ഞിരിക്കെ. അപ്പോൾ ഈ സാഹചര്യം എന്താണ്? പിതാവിൻ്റെ അടുക്കൽ നിന്ന് യേശു ഭൂമിയിലേക്ക് വന്നു, നമ്മളെ തെരഞ്ഞെടുത്ത് നമ്മളെ എക്വിപ്പ് ചെയ്തു. ഇപ്പോൾ എന്ത് ചെയ്യാൻ പോകുക? ഇപ്പോൾ വീണ്ടും ദൈവത്തിൻ്റെ അടുക്കൽ പോകുന്നു. ഒന്ന് മനസ്സിലാക്കുക, ദൈവമായ യേശു ഭൂമിയിലേക്ക് വന്നു. കമ്മീഷനിങ് ഉണ്ട്, പിതാവ് അവനെ അയച്ചു. എന്നാൽ മിഷനുമുണ്ട്. ആ മിഷൻ പൂർത്തീകരിച്ചിട്ട് ഇപ്പോൾ എന്ത് ചെയ്യുകയാണ്? തിരിച്ചു പോവുക, പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോകുന്നു എന്നും അറിഞ്ഞിരിക്കെ. അപ്പോൾ ഈ സാഹചര്യം എന്താണെന്ന് ചോദിച്ചാൽ, യേശു ഭൂമിയിലെ തൻ്റെ ശുശ്രൂഷകൾ, ജഡാവതരണത്തിലൂടെ ചെയ്യേണ്ടതായ ശുശ്രൂഷകൾ നിർവഹിച്ചിട്ട് എങ്ങോട്ട് പോകുകയാണ്? പിതാവിൻ്റെ അടുത്തേക്ക് പോകുകയാണ്. അങ്ങനെ പിതാവിൻ്റെ അടുക്കലേക്ക് പോകുവാൻ ഒരുങ്ങിയിരിക്കുന്ന യേശു ശിഷ്യന്മാരെ ആശ്വസിപ്പിക്കുന്ന വാക്കുകളാണ്. അതായത് ഇപ്പോഴേ അങ്ങ് സ്വർഗത്തിനായി വിളിക്കപ്പെട്ടവരാ, പക്ഷേ ഇപ്പോൾ സ്വർഗത്തിലോട്ട് കൊണ്ടുപോകുന്നില്ല. ഭൂമിയിൽ അവരെ ആക്കിയിട്ട് പറയാണ്, നിങ്ങളിവിടെ ഇരിക്ക്, ഞാൻ പോവുക. എന്നിട്ട് പറയാം, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ശരിക്കും പറഞ്ഞാൽ എങ്ങനെ കലങ്ങിപ്പോകാതിരിക്കും? അതാണ് എൻ്റെ ചോദ്യം. നമ്മൾ ഈ സാഹചര്യം മനസ്സിലായി കഴിഞ്ഞാൽ, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമ്മളൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, ശരിക്കും ഹൃദയം കലങ്ങിപ്പോകുന്ന ഒരു സാഹചര്യമുള്ളത്. നമ്മളൊന്ന് ആലോചിച്ചേ, ഈ ശിഷ്യന്മാർ യേശുവിൻ്റെ പിന്നാലെ ഇറങ്ങി പുറപ്പെടുമ്പോൾ എങ്ങനെയാണ് അവർ ഇറങ്ങി പുറപ്പെട്ടത്? യാതൊരു രീതിയിലുള്ള റിസർവ്സും ഇല്ലാതെയാണ്. യാതൊരു രീതിയിൽ അവർക്കൊന്നുമില്ല. എന്തോ അവരെല്ലാം ഇറങ്ങി പുറപ്പെട്ടത് എങ്ങനെയാണ്? തനിക്കുള്ളതൊക്കെയും വിട്ട് എന്ന് പറഞ്ഞായിരുന്നു. മിക്കവാറും ഉള്ളിടത്തെല്ലാം പറയുന്നത് അതാണ്. അവർ സകലവും വിട്ട് അവനെ അനുഗമിച്ചു. അപ്പോൾ അവർക്കുണ്ടായിരുന്ന ജോലി പോയി, അവരുടെ വരുമാനം പോയി. സക്കായിക്കൊക്കെ ആണെങ്കിൽ നല്ല കാശുണ്ടായിരുന്നു, അതിനകത്ത് പകുതി ദരിദ്രർക്ക് കൊടുത്തു. പിന്നെ ചതിവായി വാങ്ങിയതുണ്ടെങ്കിൽ 4 മടങ്ങ് മടക്കി കൊടുക്കാം. ഞാൻ ആലോചിക്കുകയായിരുന്നു, പകുതി ദരിദ്രർക്ക് കൊടുത്തു, പിന്നെ ഈ വാങ്ങിച്ചതിനകത്ത് നല്ലൊരു ശതമാനവും ചതിവായിട്ട് വാങ്ങിച്ചതാണ്. അതിൻ്റെ 4 മടങ്ങ് മടക്കി കൊടുത്താൽ മറ്റ് ശിഷ്യന്മാരെക്കാൾ ദരിദ്രനായിപ്പം സക്കായി ഇല്ലേ? അപ്പോൾ ഉണ്ടായിരുന്ന ജോലി പോയി. ലേവിയെ വിളിക്കുമ്പോൾ ചുങ്കസ്ഥലം വിട്ട് അവനിക്ക് പോരുക. എങ്കിൽ യേശു വിളിച്ച ആളുകളെല്ലാം, ശിഷ്യന്മാരെല്ലാവരും എന്താ ചെയ്യുന്നത്? അവരുടെ ജീവിത സന്ധാരണത്തിന് ആവശ്യമായ സകല കാര്യങ്ങളും വിട്ടിട്ട് പോരുക എന്ന് തന്നെയല്ല, സകലവും വിട്ടെന്ന് പറയുമ്പോൾ മിക്കവരും അവരുടെ ആ കുടുംബ ബന്ധങ്ങളും എല്ലാ ഒരു പരിധി വരെ അവർക്ക് ഉണ്ടാകാനുള്ള സാധാരണ രീതിയിൽ അവർക്കുള്ള എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളെയും എല്ലാം ഉപേക്ഷിച്ചിട്ടാണ് പോരുന്നത്. അവരുടെ സമ്പത്തെല്ലാം ഉപേക്ഷിച്ചിട്ടാണ് പോരുന്നത്. ഉപേക്ഷിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വസ്തു വിറ്റത് മാത്രമല്ല ഞാൻ പറയുന്നത്, അവർക്കിപ്പം ഒരു റിലേഷൻ പോലും ഇല്ല. ശരിക്കും എന്താണ്, യേശുവിൻ്റെ കൂടെ ഇറങ്ങി പുറപ്പെട്ടപ്പോൾ പലരുമായുള്ള റിലേഷൻ, ഇപ്പോൾ യേശു തന്നെ പറഞ്ഞു, ഒരുവൻ എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. എന്നേക്കാൾ അധികം അപ്പനെയോ അമ്മയോ സഹോദരനെ സഹോദരിയോ ആരെയും സ്നേഹിക്കുന്നവന്, അല്ലെങ്കിൽ അത് എനിക്ക് എൻ്റെ ശിഷ്യനാകാൻ യോഗ്യനല്ല. അപ്പോൾ ശിഷ്യനാകാനുള്ള യോഗ്യത എന്താണ്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാവരെയും വെറുപ്പിക്കണമെന്ന് കർത്താവ് പറഞ്ഞല്ല, പക്ഷേ വെറുത്തു പോകും. അതാണല്ലോ നമ്മൾ കാണുന്നത് അല്ലേ? അവർ നിങ്ങളെ പള്ളി ഭ്രഷ്ടരാക്കും. നോക്ക്, അപ്പോൾ അങ്ങനെ എല്ലാ രീതിയിലും സകലവും വിട്ട് അവനെ അനുഗമിച്ചു. എന്നാൽ യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നപ്പം വലിയ പ്രശ്നമൊന്നും ഇവരാരും പട്ടിണിയൊന്നും കിടന്നില്ല. 3.5 കൊല്ലം യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ യേശു കുറച്ച് പോപ്പുലറൊക്കെ ആയിരുന്നതുകൊണ്ട് യേശു പറഞ്ഞു വിട്ട സ്ഥലങ്ങളിലൊക്കെ അവരെ സ്വീകരിക്കാനൊക്കെ ആളുകളൊക്കെ ഉണ്ടായിരുന്നു ഒരു പരിധി വരെ. കർത്താവ് തന്നെ പറഞ്ഞു, നിങ്ങൾ എവിടെയെങ്കിലും ചെന്നാൽ ഒരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ആ വീടിന് സമാധാനം എന്ന് പറയാം. ചിലപ്പോൾ ആ വീട്ടിൽ അവർ നിങ്ങളെ കയറ്റി കിടത്തും. വഴിയിൽ പൊക്കണമൊന്നും എടുക്കണ്ട, വസ്തുവൊന്നും നിങ്ങളൊന്നും സൂക്ഷിച്ചുകൊണ്ടൊന്നും പോകണ്ട, 2 ചെരുപ്പ് എന്താ വസ്ത്രം മറ്റുള്ള കാര്യങ്ങളൊക്കെ, ഈ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ലിമിറ്റഡായിട്ട് പോയാൽ മതി എന്നൊക്കെയാണ് പറഞ്ഞത്. ലിമിറ്റഡായിട്ട് പോയാൽ മതി. കാര്യം അവരെ ഒരു പരിധി വരെയൊക്കെ യേശുവിൻ്റെ ശിഷ്യന്മാരെന്നുള്ള നിലയിൽ സ്വീകരിക്കാൻ ആളുകളൊക്കെ ഉണ്ടായിരുന്നു.
അപ്പം യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ 3.5 വർഷം അവൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവൾക്ക് സുരക്ഷിതത്വവും വലിയ പ്രശ്നമില്ലാതെ ഉണ്ടായിരുന്നു. പക്ഷേ ഒടുവിൽ യേശു പറയുന്നത് ഇനി നിങ്ങൾ വസ്ത്രം വിറ്റ് വാൾ കൈക്കൊള്ളട്ടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സുരക്ഷിതത്വമൊക്കെ തീർന്നു ഇല്ലേ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അവർ പോകുമ്പോൾ യേശുവിന് നേരത്തെ ഉണ്ടായിരുന്ന രീതിയിലുള്ള ഒരു പോപ്പുലാരിറ്റി അല്ല ഉള്ളത്. പലപ്പോഴും യേശുവിൻ്റെ കൂടെ ആദ്യമൊക്കെ യേശുവിൻ്റെ കൂടെ നടന്ന സമയത്ത് ചില അത്ഭുതങ്ങളും അടയാളങ്ങളും പിന്നെ കുറച്ച് ഭൂതശാന്തിയും രോഗശാന്തിയും ഒക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് കുറച്ചൊക്കെ ആളുകൾ അവരെ ഹെൽപ്പ് ചെയ്യുകയൊക്കെ ചെയ്തു. പക്ഷേ ഇപ്പോൾ യേശു ക്രൂശിക്കപ്പെടാൻ പോകുകയാണ്. എല്ലാവരും യേശുവിനെതിരാകുകയാണ്. എല്ലാവരും യേശുവിനെതിരാകുന്നതായ ഒരു സാഹചര്യത്തിൽ ആദ്യത്തെ 3.5 വർഷം യേശു കൂടെ ഉണ്ടായിരുന്നപ്പോൾ അത്രയും വലിയൊരു പ്രശ്നം അവർക്കുണ്ടായില്ല. ഇപ്പോഴത്തെ പ്രശ്നം എന്നറിയാമോ? യേശു പറയുക ഞാനും പോവാന്ന്. അതാ പ്രശ്നം. യേശു കൂടെ ഉണ്ടായിരുന്ന പിന്നെ എങ്ങനെങ്കിലും ആട്ടെന്ന് വെക്കാം. പക്ഷേ ഇപ്പോൾ യേശുവും കൂടെ ഇല്ലാത്ത ശിഷ്യന്മാരെ ഭൂമിയിൽ വിട്ടിട്ട് സ്വർഗത്തിലേക്ക് പോവുകയാണ്. എന്നാൽ എൻ്റെ ഒരു ചോദ്യം, യേശു പറയുകയാണ് ഞാൻ പോവുക, നിങ്ങളിവിടെ താമസിക്കണം, നിങ്ങളുടെ ജോലി തീർന്നിട്ടില്ല, നിങ്ങളിനി ഇവിടെ തന്നെ കഴിയണം. പക്ഷേ എൻ്റെ ചോദ്യം ഇതാ, പോകാൻ നേരം എന്തോ കൊടുത്തിട്ടാണ് യേശു പറയുന്നത്? ഇത് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് എന്ന് പറയാൻ ശിഷ്യന്മാർക്ക് എന്തെങ്കിലും കൊടുത്തോ? ഭൗതികമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ കൊടുത്തോ? ഒന്നുമില്ല. ഈ ഹൃദയം കലങ്ങിപ്പോകരുതെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് കലങ്ങി? അതെ, ഞാൻ നിങ്ങൾക്ക് ആവശ്യമുള്ള, നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഞാൻ ഒരുക്കിയിട്ടുണ്ട്. ഞാൻ അവിടെ ഒരു 100 ഏക്കർ റബ്ബർ തോട്ടം വാങ്ങിച്ചിട്ടുണ്ട്, ഒരു എഞ്ചിനീയറിംഗ് കോളേജ് തുടങ്ങിയിട്ടുണ്ട്, ഒരു മെഡിക്കൽ കോളേജ് തുടങ്ങിയിട്ടുണ്ടെന്ന് വല്ലതും പറഞ്ഞു? ഒന്നുമില്ല. അതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പിന്നെയും എന്തുവാ, സ്ഥാപന ജംഗമ വസ്തുക്കൾ ഉണ്ടെങ്കിൽ ഹൃദയം കലങ്ങേണ്ട വലിയ ആവശ്യമില്ല. പക്ഷേ യേശു മെഡിക്കൽ കോളേജും തുടങ്ങിയില്ല, എഞ്ചിനീയറിംഗ് കോളേജും തുടങ്ങിയില്ല, യേശു സെമിനാരിയും തുടങ്ങിയില്ല, ഒരു ഓർഗനൈസേഷൻ പോലും ഉണ്ടാക്കിയില്ല. അതാണ് പിന്നെ വേണ്ടുകയിലാണ്. ഏത്, ഞാൻ നല്ലൊരു ഓർഗനൈസേഷനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട. പിന്നെ ഞാൻ ഹെഡ് ക്വാർട്ടേഴ്സ് പണിതിട്ടുണ്ട്. ഇപ്പോൾ അതൊക്കെയാണല്ലോ, നല്ലൊരു ഹെഡ് ക്വാർട്ടേഴ്സ് പണിതിട്ടുണ്ട്. അതൊന്നുമില്ല. പൊസഷൻസ് ഒന്നുമില്ല. പൊസിഷൻസ് ഉണ്ടോ? അതുമില്ല. പത്രോസേ നീ ചെയർമാൻ, യോഹന്നാൻ ഒരു കാര്യം ചെയ്യുക, സെക്രട്ടറി ആയിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വല്ലതും ആക്കിയിട്ടുണ്ടോ? അതുമില്ല. പൊസഷൻസ് ഇല്ല, പൊസിഷൻസ് ഇല്ല, സ്ഥാപന ജംഗമ വസ്തുക്കളില്ല, TV പ്രോഗ്രാമും ഇല്ല. ഞാനൊരു TV പ്രോഗ്രാം ഉണ്ട്, അതിനകത്തുള്ള നിങ്ങൾ എന്തുവാ പൈസ പിടിച്ചോളാൻ വല്ലതും പറഞ്ഞു അങ്ങനെ വല്ലതും ഉള്ളൂ. TV പ്രോഗ്രാമും ഇല്ല. ഇനി ദശാംശം കൊടുക്കാനുള്ള ആളുകൾ പോലും ഇല്ല. എന്തോ ഉള്ളത്, എന്തോ കൊടുത്തിട്ടാണ് കർത്താവ് പറയുന്നത് നിങ്ങളുടെ ഹൃദയം കലങ്ങി പോരുതെന്ന് പറയുന്നത്. എന്തെങ്കിലും കൊടുത്തോ? ഇല്ല, ഒന്നും കൊടുത്തില്ല. ശരിക്കും ശിഷ്യന്മാരെ ഒരു പരിധി വരെ, നമ്മുടെ ഭാഷ പറഞ്ഞാൽ ശിഷ്യന്മാരെ അനാഥരായി വിടുകയാണ്. ഹ്യൂമൻ വേയിലാണ് ഞാൻ പറയുന്നത്. മാനുഷികമായി പറഞ്ഞാൽ ശിഷ്യന്മാരെ അനാഥരായി വിടുകയാണ് യേശു. എന്നിട്ട് പറയാ ഹൃദയം കലങ്ങി പോകരുതെന്ന്. ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ? ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ശിഷ്യന്മാരുടെ ആശ്വാസത്തിൻ്റെ അടിസ്ഥാനം സ്ഥാവര ജംഗമ വസ്തുക്കളല്ല. ശിഷ്യന്മാരുടെ ആശ്വാസത്തിൻ്റെ അടിസ്ഥാനം ഒരു കാരണവശാലും പൊസഷൻസ് അല്ല, ഓർഗനൈസേഷൻ അല്ല, പൊസിഷൻ അല്ല, യാതൊരു രീതിയിലും അവരുടെ ഫെയിം അല്ല, ഇതൊന്നും ഇല്ലല്ലോ അവർക്ക്. അത് ഞാൻ പറഞ്ഞല്ലോ, TV പ്രോഗ്രാം അല്ല, ഒന്നുമില്ല, അതൊന്നുമല്ല. പിന്നെ എന്താണ് ഹൃദയം കലങ്ങിപ്പോകരുതെന്ന് പറയാൻ കാര്യം? 2ാമത്തെ വാക്യത്തിൽ പറയാണ്, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങൾ ഉണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. അപ്പോൾ നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകാതിരിക്കാൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്താ ഒരുക്കിയിരിക്കുന്നത്? പിതാവിൻ്റെ ഭവനം. അപ്പോൾ ഭൂമിയിലുള്ള യാതൊരു കാര്യങ്ങളുമല്ല, സ്വർഗമാണ്, പിതാവിൻ്റെ ഭവനമാണ് നമ്മളുടെ ഹൃദയം കലങ്ങിപ്പോകാതിരിക്കാനുള്ള അടിസ്ഥാനമെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ശിഷ്യൻ ഭൗമിക കാര്യങ്ങൾക്ക് വേണ്ടി വിളിക്കപ്പെട്ടവനല്ല. ശിഷ്യൻ എന്തിനു വേണ്ടി വിളിക്കപ്പെട്ടവനാണ്? സ്വർഗത്തിനായി വിളിക്കപ്പെട്ടവരാണ്. നമ്മളെല്ലാം സ്വർഗത്തിനായി വിളിക്കപ്പെട്ടവരാണ്. നമ്മൾക്ക് എങ്ങോട്ടാണ് നോക്കേണ്ടത്? നമ്മളുടെ കണ്ണുകൾ എപ്പോഴും സ്വർഗീയമായത്. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ എബ്രായ ലേഖനം വായിക്കുമ്പോൾ അതിൻ്റെ 11ാമത്തെ അധ്യായത്തിലും പറയുന്ന കാര്യമുണ്ട്. അവരോ അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിച്ചിരുന്നു. അതുകൊണ്ട് ദൈവം അവരുടെ ദൈവം എന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല. എന്തുകൊണ്ട്? അവരുടെ കണ്ണ് ഭൂമിയിലല്ലാഞ്ഞതുകൊണ്ട്. ഒരു യഥാർത്ഥ ദൈവ പൈതലിൽ ദൈവം സന്തോഷിക്കുന്നതിൻ്റെ കാരണം എന്താണെന്നറിയാമോ?
ഒരു യഥാർത്ഥ ദൈവ പൈതൽ സന്തോഷിക്കുന്നത് ഭൂമിയിലെ കാര്യങ്ങളിലല്ല, പ്രത്യുത സ്വർഗീയമായ കാര്യങ്ങളിലാണ്. യേശു കർത്താവ് ഭൗമികമായ ഒരു കാര്യവും അവർക്ക് പ്രോമിസ് ചെയ്യാതെ പറയുകയാണ്, നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. അപ്പോൾ പിതാവിൻ്റെ ഭവനമാണ് നമുക്കുള്ള ആശ്വാസം. ഞാൻ എന്ത് ചെയ്യുമെന്നാണ് പറയുന്നത്? ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളൂ. കർത്താവ് പറയാണ്, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുകയാണ്. അങ്ങനെ സ്ഥലം ഒരുക്കി കഴിഞ്ഞാൽ ഞാൻ മടങ്ങി വരും. ഞാൻ മടങ്ങി വന്നാൽ നിങ്ങളെയും ചേർത്തുകൊണ്ട് ഞാൻ ഇരിക്കുന്ന ഇടത്തേക്ക് നിങ്ങളെയും കൊണ്ടുപോകും. ഇത് നമുക്ക് നമ്മുടെ പശ്ചാത്തലത്തിൽ മനസ്സിലാക്കുന്നതിനേക്കാൾ കുറച്ചുകൂടെ ഈ യഹൂദ പശ്ചാത്തലത്തിൽ മനസ്സിലാക്കാൻ എളുപ്പമുണ്ട്. പലപ്പോഴും വേദപുസ്തകത്തിലെ പല സിമിലികളും നമ്മൾ വായിക്കുമ്പോൾ കാണുമ്പോൾ വേദപുസ്തക പശ്ചാത്തലം അഥവാ വേദപുസ്തകത്തിലെ ആളുകൾ, ബിബ്ലിക്കൽ പീപ്പിൾ അല്ലെങ്കിൽ ജൂയിഷ് പീപ്പിൾ, അവരുടെ പശ്ചാത്തലം ഒന്ന് മനസ്സിലാക്കിയാൽ കുറച്ചുകൂടെ എളുപ്പമാണ്. ഒരിക്കലും ഒരു ജ്യൂ എനിക്ക് ക്ലാസ് എടുത്തായിരുന്നു, കാൾകോക്ക് എന്ന് പറഞ്ഞു. കാൾകോക്ക് പറഞ്ഞൊരു കാര്യം ഇതാണ്. അദ്ദേഹം ഒരു ജ്യൂവാണ്. അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതിനേക്കാൾ എളുപ്പത്തിൽ ഞങ്ങൾക്ക് ബൈബിൾ മനസ്സിലാകുമെന്ന്. അതിൻ്റെ കാര്യം, യേശു കർത്താവ് തന്നെ പറയുന്ന പല കാര്യങ്ങളും ഞങ്ങളുടെ സാമൂഹ്യ മത പശ്ചാത്തലം വെച്ചോണ്ടാണ് ഞങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ ഇത് ഞാൻ വായിച്ചപ്പോൾ ഇതേപോലെ യഹൂദന്മാരുടെ ഒരു ബാക്ക്ഗ്രൗണ്ട്, അവരുടെ സാധാരണ ജീവിതത്തിൽ തന്നെ സംഭവിക്കുന്ന ഒരു കാര്യം, ഈ പോയി സ്ഥലം ഒരുക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് വളരെ ഈസി ആയിട്ട് അവർക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. നമുക്കറിയാവുന്നതുപോലെ യഹൂദന്മാരുടെ വിവാഹം എന്ന് പറയുന്നത് ഒരു ദിവസം എവിടെന്നെങ്കിലും പോയി അങ്ങ് കെട്ടുകയല്ല. വിവാഹത്തിന് മുമ്പ് ബെട്രോത്തലുണ്ട്. ബെട്രോത്തൽ എന്ന് പറഞ്ഞാൽ നമ്മളുടെ വിവാഹ നിശ്ചയം. ഈ വിവാഹ നിശ്ചയം എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ലൈക്ക് എ മാരേജ്. കാര്യം, വിവാഹ നിശ്ചയം കഴിഞ്ഞിട്ട് നമുക്കാണെങ്കിൽ കല്യാണത്തിൻ്റെ തലേന്ന് വേണമെങ്കിലും മാറാം, ചെറുക്കനും പെണ്ണിനും മാറാം. നമ്മുടെ പശ്ചാത്തലം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അല്പം ഒരു നാണങ്കലൊക്കെ ഉണ്ടെന്നുള്ളതേ ഉള്ളൂ. എന്നാലും ഡിവോഴ്സിൻ്റെ പേപ്പറൊന്നും കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. പക്ഷേ യഹൂദന്മാരുടെ പശ്ചാത്തലത്തിൽ ബെട്രോത്തൽ കഴിഞ്ഞാൽ പിന്നെ മാറണമെങ്കിൽ ഡിവോഴ്സ് ചെയ്യുന്നതിന് തുല്യമാണ്. അതുകൊണ്ടാണ് മറിയയുടെ കാര്യത്തിൽ തന്നെ യോസഫ് പറയുന്നത്, അവൾ ഗർഭിണിയായെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ അവളെ രഹസ്യത്തിൽ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. രഹസ്യത്തിൽ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നത് പോലെ വേണ്ടാന്ന് വെച്ചേക്കാമെന്ന് ചിന്തിക്കുന്നതല്ല. ശരിക്കും അവിടെ പറയുന്നത് കാരണം പറയാതെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചെന്നാണ്. ഉപേക്ഷിച്ചാലേ പറ്റുള്ളൂ. അല്ലാതെ ഒരു ആലോചന നടന്നു എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും ഇറ്റ് ഈസ് ലൈക്ക് എ മാരേജ്. ബെട്രോത്തൽ എന്ന് പറയുന്നത് ഒരു വിവാഹം പോലെ തന്നെയാണ്. പിന്നീട് മാറണമെങ്കിൽ എന്തു വേണം? എല്ലാവരും ഒരുമിച്ച് കൂടി ഒരു ഉപേക്ഷണ പത്രം കൊടുത്ത് വിവാഹം ഒഴിഞ്ഞാലേ പറ്റുള്ളൂ. യോസഫിൻ്റെ പ്രത്യേകത, ഉപേക്ഷണ പത്രം കൊടുക്കാൻ കാരണം കാണിക്കണം. കാരണം കാണിച്ചെങ്കിലേ ഉപേക്ഷണം നടക്കുകയുള്ളൂ. കാരണം കാണിക്കാൻ യോസഫിനുണ്ട്. എന്താണ്? അവൾ ഗർഭിണിയാണ്, അവൾ വേശിയാണ്, എന്തു വേണമെങ്കിലും പറയാം, ഇല്ലേ? അപ്പോൾ ഈ കൂളായിട്ട് വിവാഹമോചനം കിട്ടും, ഒരു പ്രശ്നവുമില്ല. പക്ഷേ മറിയയ്ക്ക് ലോകാപവാദം വരുത്താതിരിക്കാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണം കാണിച്ചാൽ മറിയെ എല്ലാവരും കുറ്റപ്പെടുത്തും. കാര്യം, അവൾ വിവാഹ നിശ്ചയം കഴിഞ്ഞിട്ട് മറ്റു പുരുഷനുമായി ജീവിച്ച് അവൾക്കൊരു കുഞ്ഞുണ്ട്, അല്ലെങ്കിൽ അവൾ ഗർഭിണിയാണ്. അപ്പം കാരണം കാണിച്ചാൽ യോസഫിന് രക്ഷപ്പെടാം. യോസഫിന് പറയാം, അവൾ അങ്ങനെയാണ് ഇങ്ങനെയാണ്, കുറ്റം ചുമത്താം. പക്ഷേ മറിയയുടെ ജീവിതത്തിൽ തലപൊക്കാൻ പറ്റത്തില്ല. ഒരു പക്ഷേ അവളെ യഹൂദ മതം അനുസരിച്ച് കല്ലെറിഞ്ഞ് കൊല്ലാൻ പോലും അവകാശമുണ്ട്. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ യോസഫ് പറയാണ്, എനിക്കതിന് മനസ്സില്ല. അതാണ് യോസഫ് നീതിമാൻ എന്നൊക്കെ പറയുന്നത്. അതായത് തന്നെ വഞ്ചിച്ചു, പരിശുദ്ധാത്മാവിനാൽ ആണെന്നൊന്നും അവൾ ഗർഭം ധരിച്ചെന്നൊന്നും യോസഫിന് അറിയത്തില്ലല്ലോ. അപ്പം തന്നെ വഞ്ചിച്ച ഒരു സ്ത്രീ, ഒരു യുവതി, ആ യുവതിക്ക് ലോകാപവാദം വരുത്താതിരിക്കാൻ കാരണം കാണിക്കാതെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. കാരണം കാണിച്ചില്ലെങ്കിലുള്ള പ്രത്യേകത എന്നറിയാമോ? യോസഫ് കാരണം കാണിച്ചില്ലെങ്കിൽ നാട്ടുകാർ കാരണം കണ്ടുപിടിക്കും. നാട്ടുകാരെന്താ പറയും? കള്ളൻ കണ്ടില്ലേ, ഒരു പെങ്കൊച്ചിനെ കല്യാണം കഴിച്ച് അവളെ ഗർഭിണിയാക്കിയിട്ട് അവനിപ്പം ബെട്രോത്തൽ കഴിഞ്ഞിട്ട് ഗർഭിണിയാക്കിയിട്ട് അവൻ പോയിരിക്കുക, കല്യാണം കഴിച്ചില്ല. അപ്പം കുറ്റം മുഴുവൻ ആർക്കാകും? യോസഫിനാകും. ആ കുറ്റം അല്ലെങ്കിൽ ആ ലോകാപവാദം യോസഫ് ഏറ്റെടുക്കാൻ തയ്യാറാകുന്നതാണ്. ഞാൻ ഇടയ്ക്ക് കയറി പറഞ്ഞതാണ്, ഇല്ലേ? അതുകൊണ്ടാണ് യോസഫ് നീതിമാൻ എന്ന് പറയുന്നത്. എന്നാൽ
നമ്മൾ ഇവിടുത്തെ ഭാഗം വെച്ച് പറയുമ്പോൾ ഒറ്റ കാര്യം പറയാനാണ് ഉദ്ദേശിക്കുന്നത്. ഒന്ന്, വിവാഹ നിശ്ചയം വിവാഹം പോലെ തന്നെയാണ്. യഹൂദന്മാരുടെ പശ്ചാത്തലത്തിൽ വിവാഹ നിശ്ചയം വിവാഹം പോലെ തന്നെയാണ്, മണവാളനും മണവാട്ടിയും. ഇനി മണവാളൻ വിവാഹ നിശ്ചയം കഴിഞ്ഞ് അവർ ഒരുമിച്ച് താമസിക്കത്തില്ല. അങ്ങനെ പതിവൊന്നുമില്ല. ഇപ്പം കല്യാണ നിശ്ചയം പോലും വേണ്ടല്ലോ, എന്തോ കഴിഞ്ഞാലും കയ്യെ പിടിച്ചുകൊണ്ട് എല്ലായിടത്തും കൂടെ കറങ്ങിയടിച്ച് നടക്കുകയും ഒക്കെയാണല്ലോ. അതൊന്നും യഹൂദന്മാരുടെ ഇടയ്ക്ക് നടക്കത്തില്ല. കൂടി വരും മുമ്പേ, കൂടി വരണമെങ്കിൽ വിവാഹം കഴിയണം. അല്ലാതെ പുരുഷനും സ്ത്രീയും തമ്മിൽ യഹൂദന്മാരുടെ ഇടയിൽ ഒരു ബന്ധവുമില്ല. വിവാഹ നിശ്ചയം കഴിഞ്ഞതാ. എന്നിട്ട് പറയുന്നത് തന്നെ നിന്റെ ഭാര്യയായ യോസഫിനോട് പറയുമ്പോൾ എന്താ പറയുന്നത്? നിന്റെ ഭാര്യയായ മറിയെ ചേർത്ത് കൊള്ളുവാൻ ശങ്കിക്കണ്ട. അപ്പം നിനക്ക് വിവാഹം നിശ്ചയിച്ചിരിക്കുന്ന യുവതിയെന്നൊന്നും അല്ല ഇവിടെ പറയുന്നത്, നിന്റെ ഭാര്യ. അപ്പോൾ വിവാഹ നിശ്ചയം കഴിഞ്ഞാൽ തന്നെ ആരായി തീർന്നു? ഭാര്യയായി തീർന്നു. യു സി, അങ്ങനെ വിവാഹ നിശ്ചയം കഴിഞ്ഞാൽ മണവാളൻ, വിവാഹ നിശ്ചയത്തിന് മണവാളൻ കാണും. അത് കഴിഞ്ഞിട്ട് എന്തോ ചെയ്യുന്നറിയാമോ? ഈ മണവാളൻ തിരികെ പോകും. എങ്ങോട്ടാണ് പോകുന്നത്? അവൻ്റെ പിതാവിൻ്റെ ഭവനം എവിടെയാണോ അവിടെ പോയി അടുത്ത പരിപാടി എന്നാണെന്നറിയാമോ? കല്യാണം കഴിച്ച് ഭാര്യയെ കൊണ്ടുവരുമ്പോൾ താമസിക്കാൻ വേണ്ടി ഭാര്യയ്ക്ക് താമസിക്കത്തക്ക നിലയിലുള്ള ഒരു ഭവനമുണ്ടാക്കും. ഭാര്യയ്ക്കും ഭർത്താവിനും ഒരുമിച്ച് താമസിക്കത്തക്ക നിലയിലുള്ള ഒരു ഭവനമുണ്ടാക്കും, ഒരു വീടുണ്ടാക്കും. ആ വീടിൻ്റെ പണി കഴിയുമ്പോൾ മണവാളൻ തൻ്റെ തോഴ്മക്കാർ ഒരുമിച്ച് വന്ന് ഭാര്യയെ ചേർക്കും. ഇന്നത്തെ പോലെ വാട്സാപ്പൊന്നുമില്ലല്ലോ. അതെ, ഞാൻ 14-ാം തീയതി അങ്ങോട്ട് വരുന്നുണ്ട്, നമ്മളുടെ വിവാഹമാണ് എന്നൊന്നും പറയാൻ വാട്സാപ്പൊന്നുമില്ല. വിവാഹ നിശ്ചയം കഴിഞ്ഞിട്ട് പിന്നീട് ഈ ഭർത്താവിൻ്റെ ഒരു കാര്യവും ഭാര്യയ്ക്ക് അറിയത്തില്ല. എന്നാ വരുന്നതെന്നും അറിയത്തില്ല. ആകെപ്പാടെ അർദ്ധരാത്രി ഒരു ആർപ്പ് വിളി, എല്ലാവരും മണവാളൻ വരുന്നു, മണവാളൻ വരുന്നു എന്ന ആർപ്പ് വിളി കേൾക്കും. ഇത്രയേ ഉള്ളൂ. അല്ലാതെ വേറെ, ഞാൻ പറഞ്ഞത് കർത്താവിൻ്റെ വരവുമായി ബന്ധപ്പെടുത്തി ഈ യഹൂദന്മാരുടെ പശ്ചാത്തലം വെച്ച് നോക്കുമ്പോൾ ഇത്രയേ ഉള്ളൂ. കർത്താവ് എന്നാ വരുന്നതെന്നൊന്നും പറഞ്ഞാൽ ചെല്ല പോയത്, ഇപ്പോഴൊന്നും പറയാനും പോകുന്നില്ല. ആകെപ്പാടെയുള്ള ഒരൊറ്റ കാര്യമേ ഉള്ളൂ, അവൻ വരുമ്പോൾ എന്ത് കേൾക്കും? കാഹളം, ആർപ്പ് വിളി കേൾക്കും. അത്രേ ഉള്ളൂ. അതുകൊണ്ട് കർത്താവ് എന്നാ വരുന്നതിനെക്കുറിച്ച് നമ്മൾ ആരും കണക്ക് കൂട്ടിയിരിക്കേണ്ട. യഹൂദന്മാരുടെ പശ്ചാത്തലം അനുസരിച്ച് മണവാളൻ മണവാട്ടിയെ ഇവിടെ ആക്കിയിട്ട് പോകുന്നത് മണവാട്ടിക്ക് താമസിക്കത്തക്ക നിലയിൽ തൻ്റെ ഭവനം പണിയുവാൻ വേണ്ടിയാണ്. ഈ പശ്ചാത്തലം അറിയാവുന്നവർക്ക് ഈ പാസേജ് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കും. കർത്താവ് പറയാണ്, ഞാൻ പോവുക കേട്ടോ, നിങ്ങൾ എൻ്റെ മണവാട്ടിയാണ്, നിങ്ങൾക്ക് എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ താമസിക്കാം. ഞാൻ അവിടെ ചെന്ന് നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുകയാണ്. സ്ഥലം ഒരുക്കിക്കഴിഞ്ഞാൽ ഞാൻ എന്തു ചെയ്യും? മടങ്ങി വരും. മടങ്ങി വന്ന് നിങ്ങളെയും എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. അതുകൊണ്ടാണ് ഞാൻ ഈ ജൂയിഷ് ബാക്ക്ഗ്രൗണ്ട് ഒന്ന് പറഞ്ഞതിൻ്റെ കാര്യം അതാണ്. അങ്ങനെ ആ മണവാളൻ പോയി ഇപ്പോൾ എന്തു ചെയ്യുകയാണ്? മണവാട്ടിക്ക് വേണ്ടി സ്ഥലം ഒരുക്കുകയാണ്. മണവാട്ടി എന്തുവാ ചെയ്യുന്നത്? മണവാട്ടി മണവാളന് വേണ്ടി ഒരുങ്ങുകയാണ്. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. മണവാളൻ മണവാട്ടിക്ക് വേണ്ടി ഭവനം ഒരുക്കുകയാണ്. മണവാട്ടി തന്നെ തന്നെ, അവൻ്റെ കാന്തയും തന്നെ തന്നെ ഒരുക്കി. അപ്പോൾ വിവാഹ നിശ്ചയം കഴിഞ്ഞാൽ പിന്നീട് മണവാട്ടിക്ക് ഒറ്റ ചിന്തയുള്ളൂ, എൻ്റെ ഭർത്താവ്, ആ എൻ്റെ ഭർത്താവിന് യോജിക്കുന്ന ഒരു മണവാട്ടിയായിട്ട് ഞാൻ ആയിത്തീരും. എൻ്റെ ഭർത്താവിന് യോജിക്കുന്ന ഒരു മണവാട്ടി എന്നെ തന്നെ ഞാൻ ഒരുക്കും. എൻ്റെ ഭർത്താവിന് വേണ്ടി ഞാൻ എന്നെ ഒരുക്കും. അതാണ് മണവാട്ടിയുടെ ചുമതല. മണവാളിൻ്റെ ചുമതല മണവാട്ടിക്ക് വേണ്ടി ഭവനം ഒരുക്കുകയാണ്. മണവാട്ടിയുടെ ചുമതല എന്താണ്? മണവാളന് വേണ്ടി തന്നെത്താൻ ഒരുക്കുകയാണ്. അതാണ് ഇവിടെ നമ്മൾ കാണുന്ന. അതുകൊണ്ടാണ് ഈ ഭാഗം ഞാൻ വായിച്ചപ്പോൾ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നതാണ്, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. കാര്യം നമ്മൾ മണവാട്ടിയാണ്. മണവാട്ടിക്ക് വേണ്ടി മണവാളൻ ഇപ്പോൾ ഭവനം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ നമ്മളുടെ ചുമതല എന്താണ്? അവന് വേണ്ടി നമ്മൾ സ്വയം ഒരുങ്ങണം. അവൻ്റെ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും, ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം കഴിക്കാൻ വിവാഹ നിശ്ചയം ചെയ്താൽ ഈ പെൺകുട്ടിയുടെ അടുത്ത മനസ്സിലെ ചിന്ത മുഴുവൻ എൻ്റെ ഭർത്താവിനെ എങ്ങനെ സന്തോഷിപ്പിക്കാൻ കഴിയും, എൻ്റെ ഭർത്താവിന് എന്തൊക്കെയാണ് ഇഷ്ടം,
എൻ്റെ ഭർത്താവിൻ്റെ ഇഷ്ടങ്ങൾ എങ്ങനെങ്കിലും അവൾ എവിടുന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും, പക്ഷേ എങ്ങനെയും അത് മനസ്സിലാക്കി അതിനുവേണ്ടി ഒരുങ്ങുകയാണ്. നമ്മുടെ ചുമതല ഏതാണ്? നമ്മുടെ കർത്താവിന് എന്താണ് ഇഷ്ടം അതിനുവേണ്ടി നമ്മൾ ഒരുങ്ങുകയാണ്. കർത്താവിൻ്റെ ഏറ്റവും വലിയ ഇഷ്ടം എന്നറിയാമോ? നമ്മൾ അവനെ പോലെ ആകണമെന്നാണ്, അല്ലാതെ വേറെ ഒന്നുമില്ല. അതിനുവേണ്ടി ഒരുങ്ങാൻ യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ നമ്മൾ എങ്ങനെ ഒരുങ്ങുന്നതെന്ന് ചോദിച്ചാൽ മറ്റൊന്നുമല്ല, അവനിൽ വസിച്ചുകൊണ്ടാണ് അവനെ പോലെ ആകുന്നത്. അവിടെ പറയുന്ന കാര്യം, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളി എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. എന്നിട്ട് താഴോട്ട് വായിക്കുമ്പോൾ 4-ാമത്തെ വാക്യത്തിൽ, എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല. അവനിൽ വസിച്ചുകൊണ്ട്, അവനിൽ വസിച്ചു കഴിഞ്ഞാൽ ഉള്ള പ്രത്യേകത എന്നറിയാമോ? അവൻ്റെ ഫലം നമ്മൾ പുറപ്പെടുവിക്കാൻ തുടങ്ങും. നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ഇഷ്ടം എന്താണെന്ന് നമ്മൾ റോമാലേഖനത്തിൽ വായിച്ചപ്പോൾ ഒരു വാക്യം വായിച്ചല്ലോ. എന്തിനു വേണ്ടിയാണ്? അവൻ്റെ പുത്രൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ അവൻ നമ്മളെ മുൻ നിയമിച്ച് വിളിക്കുന്നു. അപ്പോൾ ദൈവത്തിന് നമ്മളെക്കുറിച്ച് ഓരോരുത്തരെക്കുറിച്ചുമുള്ള ആഗ്രഹം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളെല്ലാവരും യേശുവിനെ പോലെ ആകണം. യേശുവിനെ പോലെ ആകുന്നത് എങ്ങനെയാണ്? യേശുവിനെ പോലെ ആകാനുള്ള ഒറ്റ മാർഗമേ ഉള്ളൂ, അവനിൽ വസിക്കുക എന്നുള്ളതാണ്. അവനിൽ വസിക്കുമ്പോൾ നമ്മൾ അവൻ്റെ അനുരൂപതയിൽ വളരുകയാണ്. അങ്ങനെ അവൻ്റെ അനുരൂപതയിൽ വളരുമ്പോൾ, അതാണ് നമുക്ക് അവിടെ മനസ്സിലാക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ഒരുങ്ങിക്കഴിയുമ്പോൾ, അവൻ ഒരുങ്ങുന്നു, അവൻ നമുക്ക് വേണ്ടി ഭവനം ഒരുക്കുന്നു. എന്നാൽ നമ്മൾ ഒരുങ്ങിക്കഴിയുമ്പോൾ, നമ്മൾ അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുമ്പോൾ അവൻ വന്ന് നമ്മളെ ചേർത്തുകൊള്ളൂ. 1 യോഹന്നാൻ 3-ാം അധ്യായത്തിൽ ഇത് ഏകദേശം കൃത്യമായിട്ട് യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നതായ ഒരു കാര്യമുണ്ട്. 1 യോഹന്നാൻ 3-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മളവിടെ കാണുന്നത് എന്താണ്? കാൺമീൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം തന്നിരിക്കുന്നു, അങ്ങനെ തന്നെ നാം ആകുന്നു. എന്നിട്ട് പറയുകയാണ്, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു, നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകുമെന്ന് നാം അറിയുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മൾ ദൈവമക്കളാണ്. ഹൂ വി ആർ, ഇവിടുത്തെ ഈ ഒരു വാക്യത്തിനകത്ത് പറയുന്ന കാര്യം ഇതാണ്. ഹൂ വി ആർ ചിൽഡ്രൻ ഓഫ് ഗാഡ്. നമ്മൾ ആരാണ്? നമ്മൾ ദൈവമക്കളാണ്. നമ്മൾ എന്നാൽ ഈ ദൈവമക്കളായി മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ആരാകുമെന്നുള്ളത് ഇതുവരെ നമുക്ക് പ്രത്യക്ഷമായിട്ടില്ല. പക്ഷെ ഒരു കാര്യം നമുക്കറിയാം, നമ്മൾ എന്താകാൻ പോകുകയാണ്? അവനോട് സദൃശന്മാരാകാൻ പോകുകയാണ്. അവനോട് സദൃശന്മാരാകുന്ന ആ ഒരു പ്രക്രിയ, അത് നമ്മുടെ പ്രത്യാശയായിരിക്കണം. അതുകൊണ്ടാണ് താഴെ പറയുന്നത്, അതായത് ശരിക്കും പറഞ്ഞാൽ ഈ വാക്യത്തിൻ്റെ ഒരു പാരഫ്രൈസ് വേർഷൻ പറഞ്ഞാൽ, അവൻ പ്രത്യക്ഷനാകുമ്പോൾ അവനെപ്പോലെ ആയിക്കൊണ്ട് നാം അവനെ എതിരേൽക്കേണ്ടതാകുന്നു. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. ഞാൻ രക്ഷിക്കപ്പെട്ടതിൻ്റെ പിറ്റേ ദിവസം യേശുവിനെ പോലൊന്നും ആയില്ല, ഇല്ലേ? ഞാൻ ദൈവപൈതലായി എന്നുള്ളത് ശരിയാണ്, പക്ഷേ ഞാൻ യേശുവിൻ്റെ അനുരൂപതയിൽ വളർന്നില്ല. പിന്നെന്താണ്? എനിക്ക് ദൈവം ഭൂമിയിൽ കുറച്ച് സമയം തരിക. എന്തിനാ? അവൻ്റെ അനുരൂപതയിൽ ഞാൻ വളരണം. അവൻ്റെ അനുരൂപതയിൽ വളരണമെങ്കിൽ, അങ്ങനെ ആ അനുരൂപതയിൽ വളരുമ്പോഴാണ് അവൻ്റെ പ്രത്യക്ഷതയിൽ എനിക്ക് മനസമാധാനത്തോടെ അവനെ കാണാൻ പറ്റുന്നത്. മണവാട്ടി മണവാളന് വേണ്ടി സ്വയം ഒരുങ്ങുന്നതെന്ന് പറയുന്നത് കാര്യം ഇതാണ്. അതായത് മണവാളൻ്റെ ഏറ്റവും ഇഷ്ടമുള്ളത് എന്താണോ അതാകാനാണ് നമ്മൾ മണവാട്ടി പരിശ്രമിക്കുന്നത്. നമ്മൾ എന്താകണം? നമ്മൾ അവനെ പോലെ ആകണം. അവനെ പോലെ ആയിക്കൊണ്ട് എനിക്ക് അവനെ എതിരേൽക്കണം. അവനിൽ ഈ പ്രത്യാശയുള്ളവനല്ല. ഏത് പ്രത്യാശ? എൻ്റെ കർത്താവ് വരുമ്പോൾ അവനെപ്പോലെ ആയിക്കൊണ്ട് വേണം ഞാൻ അവനെ എതിരേൽക്കാൻ. ഞാൻ പിശാചിനെ പോലെ ആയിക്കൊണ്ട് അവനെ എതിരേൽക്കുമെന്നല്ല, ഇങ്ങനെ തന്നെ അവനെ എതിരേൽക്കുമെന്നല്ല. എൻ്റെ ജീവിതത്തിൽ ഞാൻ യേശുവിനെ സ്വീകരിച്ചപ്പോൾ ദൈവ പൈതലായി. പക്ഷേ ദൈവ പൈതലായി എന്നുള്ളത് യാഥാർത്ഥ്യമാണെങ്കിലും ഞാൻ ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല. പക്ഷെ ഒരു കാര്യം അറിയാം, അവിടെ ചെല്ലുമ്പോൾ അവനോട് സദൃശനായിരിക്കണം ഞാൻ. അതിപ്പോഴേ തുടങ്ങണം. ഒരു സ്പ്ലിറ്റ് സെക്കൻഡിലല്ല നമ്മൾ അവനോട് സദൃശനാകുന്നത്. നമ്മുടെ ശരീരം അവൻ രൂപാന്തരപ്പെടുന്നത് ഒരു നിമിഷം കൊണ്ടാണെങ്കിലും നമ്മുടെ മനസ്സും ചിന്തകളും ജീവിതവും രൂപാന്തരപ്പെടുന്നത് ഒരു പ്രോസസ്സാണ്. അവനെപ്പോലെ ആകുക, യേശുവിനെ പോലെ ആവുക. അവനിൽ ഈ പ്രത്യാശയുള്ളവൻ. എന്ത് പ്രത്യാശ? എൻ്റെ കർത്താവ് വരുമ്പോൾ
അവന് യോജിക്കുന്ന രീതിയിൽ അവൻ്റെ സ്വരൂപത്തോട് അനുരൂപനായിക്കൊണ്ട് വേണം എനിക്കവനെ എതിരേൽക്കാൻ എന്ന പ്രത്യാശയുള്ളവൻ അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ നിർമ്മലീകരിക്കുന്നു. അവൻ്റെ വിശുദ്ധി ഇവിടെ ഞാൻ എങ്ങനെയും ആ വിശുദ്ധിയിൽ ജീവിക്കുവാൻ ഞാൻ പരിശ്രമിക്കുന്നു. ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ചിലർ പറയുന്നതെന്നറിയാമോ, നമ്മളൊന്നും ചെയ്യണ്ട, അതെല്ലാം യേശു ചെയ്തിട്ടുണ്ട്, ഇനിയിപ്പോൾ നമ്മളൊന്നും ചെയ്യണ്ട. പക്ഷെ ഇവിടെ അങ്ങനെയാണോ പറയുന്നത്? ഇവിടെ പറയുന്നത് അങ്ങനല്ല. ഈ പ്രത്യാശയുള്ളവൻ എന്ത് ചെയ്യുന്നു? തന്നെ. കാര്യം ആ നിർമ്മലതയിൽ വേണം എനിക്ക് യേശുവിനെ കാണാൻ. എൻ്റെ യേശുവിനെ കാണുമ്പോൾ യേശുവിൻ്റെ സദൃശതയിൽ വേണം എനിക്ക് യേശുവിനെ കാണാൻ. അതുകൊണ്ട് ഈ ഭൂമിയിൽ ഞാൻ ജീവിക്കുമ്പോൾ ഞാൻ പരിശ്രമിക്കുക, എങ്ങനെയും എനിക്ക് യേശുവിനെ പോലെ ആകണം. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ഈ പ്രത്യാശ എപ്പോഴും വേണം. ഓരോ ദിവസവും ഞാൻ എന്നോട് തന്നെ പറയണം, എനിക്ക് യേശുവിനെ പോലെ ആകണം, എനിക്ക് യേശുവിനെ പോലെ ആകണം, എനിക്ക് വിശുദ്ധിയിൽ ജീവിക്കണം, യേശുവിൻ്റെ നിർമ്മലത എനിക്ക് ആവശ്യമുണ്ട്. അവൻ വരുമ്പോൾ എന്നെ കളങ്കമുള്ളവനായി കാണുവാൻ ഇടയാകരുത്. വാട്ടവും മാലിന്യവും ഒന്നുമില്ലാത്ത ഒരു നിർമ്മല കന്യകയെ തിരക്കി അവൻ വരുന്നത്. അല്ലാതെ പാപത്തിൽ മുഴുകി ജീവിക്കുന്ന ഒരു വ്യഭിചാരിയായ, അതാ യാക്കോബ് പറയുന്നത്, വ്യഭിചാരിയായുള്ളവരെ ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു. അങ്ങനെ ലോകസ്നേഹിയായിട്ട് ജീവിച്ച് യേശുവിനെ എതിരേൽക്കാൻ അല്ല ഞാൻ ഒരുങ്ങിയിരിക്കുന്നത്. എൻ്റെ മണവാളനോടുള്ള ആ വലിയ പാതിവൃത്യം എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, പാതിവൃത്യത്തിൽ മനസ്സിൻ്റെ ഉള്ളിൽ പോലും യേശുവല്ലാതെ മറ്റൊന്നും കടക്കാതെ, ലോകം കടക്കാതെ അങ്ങനെ ജീവിക്കാൻ ഞാൻ എന്നെ തന്നെ നിർമ്മലീകരിക്കണം. അതാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ വേണം നമ്മൾ യേശുവിനെ സ്വീകരിക്കുവാൻ. അങ്ങനെ വേണം നമ്മൾ യേശുവിൻ്റെ സന്നിധിയിലേക്ക് ചെന്ന് ചേരുവാൻ. ഇനി അടുത്തത്, നമ്മൾ സ്വർഗത്തിനായി വിളിക്കപ്പെട്ടവരാണ്, കർത്താവിനോടുകൂടെ ജീവിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ്. നമുക്ക് വേണ്ടി യേശു കർത്താവ് ഭവനം ഒരുക്കുന്നു. അവിടെ ജീവിക്കത്തക്ക നിലയിൽ ഞാൻ എന്നെ തന്നെ ഒരുക്കണം. സ്വർഗത്തിന് വേണ്ടി ഞാൻ എന്നെ എക്വിപ്പ് ചെയ്യണം. യേശു എന്നെ എക്വിപ്പ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഞാൻ നിന്ന് കൊടുക്കണം, ഇല്ലേ? ഇപ്പം എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് പരിമിതിയില്ലെന്ന് ചോദിക്കാം, ഉണ്ട്. പക്ഷെ വേറെ കാര്യമുണ്ട്, യേശുവിന് വല്ല പരിമിതി ഉണ്ടോ? പരിമിതി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു പരിമിതി ഉണ്ട്. എന്താ? വേണ്ടാന്ന് ഞാൻ പറഞ്ഞാൽ അവൻ എന്നെ പിടിച്ചിട്ട് അവൻ്റെ അനുരൂപതയിൽ വളർത്തത്തൊന്നുമില്ല. അനുരൂപതയിൽ വളരുവാൻ ആഗ്രഹിക്കുന്നവനെയാണ് അവൻ അനുരൂപതയിൽ വളർത്തുന്നത്. അതുകൊണ്ടാണ് അവനിൽ ഈ പ്രത്യാശയുള്ളവൻ. അപ്പോൾ എന്തോ വേണം? എനിക്ക് പ്രത്യാശ വേണം. എന്ത് പ്രത്യാശ? എൻ്റെ യേശുവിനെ പോലെ ആയിക്കൊണ്ട് വേണം ഞാൻ യേശുവിനെ സ്വീകരിക്കുവാൻ. അതാണ് പ്രത്യാശ. എൻ്റെ ജീവിതത്തിൻ്റെ മോഹം, ആഗ്രഹം എന്താണ്? സംഹൗ ഐ വോണ്ട് ടു സീ ദാറ്റ് ഐ എം ബിക്കമിങ് ലൈക്ക് ജീസസ്. എനിക്ക് എൻ്റെ യേശുവിനെ പോലെ ആകണം. അതാണ് പ്രത്യാശ. ആ പ്രത്യാശയുള്ളവനെ കർത്താവ് സഹായിക്കും. അല്ലാതെ നമ്മുടെ സ്വന്തം കഴിവ് കൊണ്ട് നമ്മൾ നേടുന്നതല്ല ഇവിടുത്തെ അർത്ഥം. പക്ഷേ ഈ പ്രത്യാശ ഇല്ലാത്തവൻ എന്തോ ചെയ്യും? അതുകൊണ്ട് വിശുദ്ധിക്ക് വേണ്ടിയുള്ള വലിയൊരു അഭിവാഞ്ച നമ്മുടെ സഭകളിൽ എല്ലാവർക്കും ഉണ്ടാകണം. അതുകൊണ്ടാണ് ഈ വിശുദ്ധിയെക്കുറിച്ച് പ്രസംഗിക്കണമെന്നൊക്കെ പറയുന്നത്. വിശുദ്ധിയെക്കുറിച്ച് പ്രസംഗിച്ചാൽ ഉടനെ അയാളൊരു പരീശൻ, ഇതാ ഇവിടെ പറയുന്നത്. ആരെങ്കിലും വിശുദ്ധിയെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വിശുദ്ധൻ, വിശുദ്ധി ജീവിക്കണമെന്ന്, ഇയാളെന്തോ ഇന്നിപ്പം വിശുദ്ധിയെക്കുറിച്ച് ഒരാൾക്ക് സംസാരിക്കാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യമാണ്. കാര്യം എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ പറയും പരീശൻ. അതല്ല പരീശൻ്റെ ജോലി. പരീശൻ അഭിനയിക്കുന്നവനാണ്. അഭിനയിക്കുന്ന കാര്യമല്ല ഞാൻ ഈ പറയുന്നത്, വേദപുസ്തകത്തിൻ്റെ ഉപദേശമാണ്. അങ്ങനെയാണെങ്കിൽ യോഹന്നാൻ പറയുന്നത് എന്താണ്? അവനിൽ ഈ പ്രത്യാശയുള്ളവനൊക്കെയും അവൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ അവൻ തങ്ങളെ തന്നെ നിർമ്മലീകരിക്കട്ടെ. നിർമ്മലീകരിക്കുന്നു. എൻ്റെ ഉത്തരവാദിത്തമാണ്, എൻ്റെ ഉത്തരവാദിത്വം. അതിനെക്കുറിച്ച് മിണ്ടരുതെന്ന് പറഞ്ഞിട്ട് അർത്ഥമില്ല. നമ്മുടെ സഭകളിൽ വിശുദ്ധിയെക്കുറിച്ചുള്ള പ്രസംഗങ്ങൾ ഉണ്ടാകണം. അതിനെക്കുറിച്ച് പറയരുതെന്നല്ല. യെസ്, അവൻ വിശുദ്ധീകരിച്ചോളുമെന്നുമല്ല എൻ്റെ ആഗ്രഹം. ദൈവം സഹായിക്കും. പക്ഷേ യേശു എന്നിൽ ജീവിക്കുവാൻ ഞാൻ അനുവദിക്കണം. ഞാൻ എന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. അവൻ്റെ അനുരൂപതയിൽ വളരുവാനുള്ള വലിയ അഭിവാഞ്ച എനിക്കുണ്ടാകണം. അങ്ങനെ കർത്താവ് എന്നെ എക്വിപ്പ് ചെയ്യുകയാണ്. എന്നെ എക്വിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്തിനു വേണ്ടി? സ്വർഗത്തിന് വേണ്ടി എന്നെ എക്വിപ്പ് ചെയ്യുന്നു. പക്ഷേ ഇനിയാണ് നമ്മൾ മിഷനെ കുറിച്ച് കാണുന്നത്. അതായത് എക്വിപ്പിങ്ങിൻ്റെ ഭാഗമായിട്ട് യോഹന്നാൻ സുവിശേഷം 17-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടു, ഒന്ന്
അവൻ്റെ നാമം നമുക്ക് വെളിപ്പെടുത്തി. 2 അവൻ്റെ വചനം, അവൻ്റെ ഹൃദയം നമുക്ക് വെളിപ്പെടുത്തി. 3 അവൻ്റെ യോഗ്യത, അവൻ്റെ മഹത്വം നമുക്ക് തന്നു. ഇനി ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ എൻ്റെ കാര്യം, ഇത്രയും നേരം നമ്മൾ പറഞ്ഞതെല്ലാം സ്വർഗത്തിനായി വിളിക്കപ്പെട്ടവൻ്റെ ഉത്തരവാദിത്തങ്ങളാണ്. എന്നാൽ ഭൂമിയിൽ ജീവിക്കുമ്പോൾ എനിക്ക് ഒരു മിഷനുണ്ട്, ഒരു ദൗത്യമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ സ്വർഗത്തിനായി വിളിക്കപ്പെട്ടവനാണെങ്കിലും ഇപ്പോൾ ഞാൻ ഭൂമിയിലേക്ക് അയക്കപ്പെട്ടവനാണ്. ലോകത്തിൽ നിന്ന് എന്നെ അവൻ വിളിച്ചു, പക്ഷേ ഇപ്പോൾ അവൻ എന്നെ ലോകത്തിലേക്ക് മടക്കി അയക്കുകയാണ്. പക്ഷേ ലൗകികനായിട്ടല്ല എന്നെ മടക്കി അയക്കുന്നത് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. ലോകത്തിൽ നിന്ന് നമ്മളെ തെരഞ്ഞെടുത്തിട്ട്, യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ അതിൻ്റെ 18 മുതലുള്ള വാക്യങ്ങളിൽ, നീ എന്നെ ലോകത്തിലേക്ക് അയച്ചതുപോലെ അവരെയും ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു. എന്നാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം, ഒരിക്കൽ നമ്മൾ എവിടെയായിരുന്നു? ലോകത്തിലായിരുന്നു. ലോകത്തിൽ നിന്ന് ദൈവം, യേശു നമ്മളെ തെരഞ്ഞെടുത്തു. എന്നാൽ ലോകത്തിൽ നിന്ന് തെരഞ്ഞെടുത്തത് മാത്രമല്ല, ലോകത്തിൽ നമ്മളെ സെപ്പറേറ്റ് ചെയ്തു. ഇനിയിപ്പോൾ നമ്മൾ ലൗകികരല്ല. 16-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നതാണ്, ലോകത്ത് നമ്മളെ വേർതിരിച്ചു. ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികന്മാർ അല്ല. നമ്മൾ ഒരിക്കൽ ലോകത്തിലായിരുന്നു, പക്ഷേ ഇനിയിപ്പോൾ നമ്മൾ ലോകത്തിൽ നിന്ന് കർത്താവ് വേർതിരിച്ചിട്ട് നമ്മളെ സെപ്പറേറ്റ് ചെയ്ത് ലൗകികരല്ലാതാക്കുകയാണ്. ആ ലൗകികതയിൽ നിന്ന് നമ്മളെ വിടുവിച്ചിട്ട് വീണ്ടെടുത്ത് ഇപ്പോൾ സ്വർഗം എന്നിൽ നിറയ്ക്കുകയാണ്. അതാണ് എക്വിപ്പിംഗ് എന്ന് പറഞ്ഞത്. ഞാൻ പറഞ്ഞല്ലോ, അവൻ്റെ നാമം നമുക്ക് വെളിപ്പെടുത്തി, അവനെ നമ്മൾ അറിഞ്ഞു. നിത്യജീവൻ, നമ്മൾ പിതാവിനെ അറിയുന്നതും പുത്രനെ അറിയുന്നതുമാണ് നിത്യജീവൻ. ഇപ്പോൾ യേശുവുമായിട്ട് എനിക്ക് റിലേഷനുണ്ട്, യേശുവുമായിട്ട് എനിക്ക് സൗഹൃദമുണ്ട്, യേശുവും ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയിലാണ് ഞാനിപ്പോഴും. അങ്ങനെ ദൈവ കൂട്ടായ്മയിൽ ജീവിക്കുമ്പോൾ ഇപ്പോൾ എന്നിൽ നിറയുന്നത് ലോകമല്ല, എന്നിൽ നിറയുന്നത് സ്വർഗമാണ്. അങ്ങനെ സ്വർഗീയത എന്നിൽ നിറച്ച് എന്നെ, ലൗകികനായിരുന്ന എന്നെ ഇപ്പോൾ ഈ ലോകത്തിൽ തന്നെ ദൈവം, യേശു സ്വർഗീയനാക്കുകയാണ്. അതിനാണ് യേശു ഭൂമിയിലേക്ക് വന്നത്. സ്വർഗീയനായിരുന്ന യേശു ഭൂമിയിലേക്ക് വന്നത് ലൗകികനായ എന്നെ സ്വർഗീയനാക്കി സ്വർഗത്തിലോട്ട് കൊണ്ടുപോകാനാണ്. എന്നെ സ്വർഗത്തിലോട്ട് ഡയറക്റ്റ് കൊണ്ടുപോകാൻ പറ്റത്തില്ല വെറുതെ. അതിനാദ്യം എന്നെ എന്ത് ചെയ്യണം? സ്വർഗത്തിന് എന്നെ പ്രാപ്തനാക്കണം. ആ സ്വർഗീയത എന്നിൽ നിറയ്ക്കണം. എന്നാലേ എന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. എന്നാൽ സ്വർഗീയരാക്കി തീർത്ത ശേഷം ഒറ്റ ദിവസം തന്നെ അവൻ നമ്മളെ അങ്ങ് സ്വർഗത്തിലോട്ട് കൊണ്ടുപോകുമല്ല. ഇവിടെ പറയാണ്, ഇവിടെ നമ്മളെന്താ, നീ എന്നെ ലോകത്തിലേക്ക് അയച്ചതുപോലെ ഞാൻ അവരെയും ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു. എന്തിനാ ലോകത്തിലേക്ക് അയച്ചത്? അതായത് ഈ ലോകത്തിൽ നമുക്കറിയാം, വളരെ കഷ്ടപ്പെട്ട നമ്മളിവിടെ ലൗകികരായ നമ്മൾ ലോകത്തെ ഉപേക്ഷിച്ച് സ്വർഗീയതയൊക്കെ നിറച്ചതൊക്കെ എന്ത് കഷ്ടപ്പെട്ടിട്ടാണ്. പിന്നെ നമ്മൾ എന്തിനാണ് ഈ ലോകത്തിലേക്ക് അയക്കുന്നത്? ലോകത്തിലേക്ക് അയക്കുന്നത് എന്തിനാണെന്നറിയാമോ? 17-ാമത്തെ 20-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത്, ഇവർക്ക് വേണ്ടിയല്ല, ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിപ്പാനിരിക്കുന്നവർക്ക് വേണ്ടി കൂടെ ഞാൻ അപേക്ഷിക്കുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ വചനത്താൽ ചിലരെന്ത് ചെയ്യണം? വിശ്വസിക്കണം. അപ്പൊ എന്തിനാണ് ലോകത്തിൽ നിന്ന് എന്നെ വീണ്ടെടുത്തിട്ട് സ്വർഗീയത എന്നിൽ നിറച്ചിട്ട് പിന്നെയും ലോകത്തിലേക്ക് അയക്കുന്നതെന്ന് ചോദിച്ചാൽ അതിൻ്റെ പ്ലെയിൻ ആയിട്ടുള്ള ഉത്തരം, ഈ ലൗകികരെ സ്വർഗീയരാക്കാനാണ്. അതാണ് ഭൂമിയിലെ എൻ്റെ ദൗത്യം. ഇവരുടെ വചനത്താൽ വിശ്വസിക്കുക. അപ്പം വചനമുണ്ട്. അത് നമ്മൾ എവിടുന്ന് കിട്ടിയതാണ്? നമുക്ക് വചനം. കർത്താവ് നമുക്ക് വചനം തന്നു, കർത്താവിൻ്റെ നാമം വെളിപ്പെടുത്തി, അവൻ്റെ വചനം തന്നു, അവൻ്റെ യോഗ്യത തന്നു. ഇതെല്ലാം തന്ന് നമ്മളെ സ്വർഗീയരാക്കിയിട്ട് ഇപ്പോൾ ആ വചനവുമായിട്ടാണ് നമ്മളെ എന്ത് ചെയ്യുന്നത്? ലോകത്തിലേക്ക് അയക്കുന്നത്. യേശു ഭൂമിയിൽ ജീവിച്ചപ്പോൾ പിതാവിൻ്റെ വചനം അവൻ നമുക്ക് തന്നു. നമ്മൾ ലോകത്തിൽ ജീവിക്കുമ്പോൾ യേശുവിൻ്റെ വചനം ലോകത്തിന് കൊടുക്കണം. അതാണ് നമ്മുടെ ഉത്തരവാദിത്വം. വി ആർ സെന്റ് ടു ദ വേൾഡ് വിത്ത് എ മിഷൻ. ഒരു ദൗത്യ നിർവഹണത്തിന് വേണ്ടിയാണ് നമ്മളെ ദൈവം ഭൂമിയിലേക്ക് അയക്കുന്നത്. വെറുതെ അയച്ചതല്ല, വെറുതെ ദൈവം ഈ ഭൂമിയിൽ നമ്മളെ ആക്കിയിരിക്കുന്നതുമല്ല. നമുക്കൊരു ദൗത്യമുണ്ട്. ഞാൻ ചിലപ്പം ആളുകളോട് പറയാറുണ്ട്, നമുക്ക് ഏറ്റവും പറ്റിയ സ്ഥലമെന്ന് പറയുന്നത് എന്താണെങ്കിലും ലോകമല്ല.
നമുക്ക് ഏറ്റവും പറ്റിയ സ്ഥലം എവിടെയാണ്? സ്വർഗമാണ്. എന്നാൽ പിന്നെ ഈ പറഞ്ഞതുപോലെ നമ്മളെ ദൈവത്തിന് രക്ഷിക്കപ്പെട്ട അന്ന് തന്നെ വല്ല കാറും വല്ല വിളിച്ച് അങ്ങ് പോയായിരുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യായിരുന്നു? നേരെ അങ്ങ് സ്വർഗത്തിൽ പോകാമായിരുന്നല്ലോ. പക്ഷേ അങ്ങനൊന്നും ഇല്ല. പിന്നെയും കർത്താവ് എന്ത് ചെയ്യുക? പിന്നെയും ഈ ലോകത്തിലേക്ക് തന്നെ അയച്ചിരിക്കുക. ഈ ലോകത്തിലേക്ക് ഒന്നും അല്ലെങ്കിലും നമ്മൾ ഒരുമാതിരിയൊക്കെ ഒന്ന് ശരിയായി കഴിഞ്ഞപ്പോഴെങ്കിലും ഒന്ന് കൊണ്ടുപോയായിരുന്നെങ്കിൽ പിന്നെയും വേണ്ടുകയില്ലായിരുന്നു. പിന്നെയും ഈ ലോകത്തിലേക്ക് അയച്ചിരിക്കുക. ഈ ലോകമാണെങ്കിൽ നമുക്ക് യോഗ്യവുമല്ല. ഇപ്പോൾ നമ്മൾ എം.എച്ച്. സാറിൻ്റെ പാട്ട് പാടിയത് അത് തന്നെയാണ്. ലോകമേതും യോഗ്യമല്ല. നോക്ക്, ഈ യോഗ്യമല്ലാത്ത ലോകത്തിലേക്ക് നമ്മളെ അയച്ചത് വെറുതെ അയച്ചതല്ല. നീ കുറച്ചാളൊന്ന് കഷ്ടപ്പെട്ടിട്ടൊക്കെ ഇങ്ങനെ വന്നാൽ മതി എന്നുള്ളതൊന്നും അല്ല. ദൈവം അങ്ങനെ നമ്മളെ കഷ്ടപ്പെടുത്താനൊന്നും ആഗ്രഹിക്കുന്നില്ല. പക്ഷേ നമ്മളെ പറഞ്ഞു വിട്ടതിന് ഒരു ദൗത്യമുണ്ട്. എന്താണ്? നമ്മൾ ലൗകികരായിരുന്നല്ലോ. ഒരിക്കൽ ലൗകികരായിരുന്ന നമ്മളെ ദൈവം തെരഞ്ഞെടുത്ത് നമ്മിൽ ലൗകികരായിരുന്ന നമ്മളെ ലോകത്തിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തു. നമ്മളെ ലൗകികരല്ലാതാക്കി. എന്നിട്ട് നമ്മിൽ സ്വർഗീയത നിറച്ചു. ആ പ്രോസസ്സ് മനസ്സിലാക്കണം. ലൗകികരായ നമ്മളെ ലോകത്തിൽ നിന്ന് തെരഞ്ഞെടുത്ത് ലോകത്തിൽ നിന്ന് വേർപെടുത്തി ലൗകികരല്ലാതാക്കി. എന്നിട്ട് അവൻ്റെ നാമത്താലും അവൻ്റെ വചനത്താലും അവൻ്റെ യോഗ്യതയാലും അവൻ നമ്മളെ സ്വർഗീയരാക്കി. കഴിഞ്ഞാൽ അന്നങ്ങ് സ്വർഗത്തിൽ കൊണ്ടുപോയാൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മളെ വീണ്ടും ഭൂമിയിലേക്ക് അയച്ചിരിക്കുക. എന്തിനാണെന്നറിയാമോ? ഇതേപോലെ നമ്മളെപ്പോലെ തന്നെ ലൗകികരായി ഇവിടെ ജീവിക്കുന്ന ശതകോടി ജനങ്ങൾ, ആ ജനങ്ങളെ ദൈവത്തിന് വേണം. എന്നെ മാത്രം പോലെ ദൈവത്തിന്. എല്ലാവരും ദൈവ സൃഷ്ടിയാണ്. അവരെയൊക്കെ ദൈവത്തിന് വേണം. പക്ഷേ എന്നെ ദൈവത്തിന് വേണ്ടിയിരുന്നപ്പോൾ എന്നെ നേരിട്ടങ്ങ് പിടിച്ചോണ്ട് പോവല്ലായിരുന്നല്ലോ. എന്ത് ചെയ്തു? എന്നെ തിരഞ്ഞെടുത്തു, എന്നെ ലോകത്തിൽ നിന്ന് വേർപെടുത്തി, എന്നെ ലൗകികനല്ലാതാക്കി, സ്വർഗീയത നിറച്ചു. ഇനി ഇവരെ കൊണ്ടുപോകണമെങ്കിൽ ഇതേ പ്രോസസ്സേ ഉള്ളൂ, വേറെ പ്രോസസ്സൊന്നുമില്ല. എന്ത്? അവരെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്ത് ലോകക്കാരനല്ലാതാക്കി ലൗകികതയിൽ നിന്ന് അവരെ വിടുവിച്ച് സെപ്പറേറ്റ് ചെയ്ത് സ്വർഗീയത നിറയ്ക്കണം. ഇപ്പോൾ ആ ദൗത്യമാണ് കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിൽ, നീ എന്നെ ലോകത്തിലേക്ക് അയച്ചതുപോലെ ഞാൻ അവരെയും ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്നാ? എന്ത് കാര്യം സാധിക്കാൻ വേണ്ടിയാണ് യേശു ഭൂമിയിലേക്ക് പിതാവിനാൽ അയക്കപ്പെട്ടത്, അതേ കാര്യത്തിന് വേണ്ടി, അതേ ദൗത്യത്തിന് വേണ്ടി ദൈവം ഇപ്പോൾ എന്ത് ചെയ്യുകയാണ്? നമ്മളെ ഈ ലോകത്തിലേക്ക് അയക്കുകയാണ്. അപ്പൊ എനിക്കൊരു ദൗത്യമുണ്ട്. എന്താണ് ആ മിഷൻ? ആ മിഷൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ മിഷനാണ്. പിതാവ് യേശുവിനെ അയച്ചപ്പോൾ ദൈവത്തിൻ്റെ മനസ്സിൽ എന്തായിരുന്നു? ദൈവത്തിൻ്റെ മനസ്സിൽ സംഹൗ ഈ ലൗകികരെ അങ്ങ് വേർതിരിച്ച് വിശുദ്ധരാക്കി സ്വർഗത്തിൽ കൊണ്ടുപോയി ദൈവവും മനുഷ്യനും തമ്മിലുള്ള കൂട്ടായ്മ സാധ്യമാക്കുക എന്നുള്ളതായിരുന്നു. അങ്ങനെയാണ് നമ്മളൊക്കെ രക്ഷിക്കപ്പെട്ടത്. അങ്ങനെയാണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പോൾ ദൈവത്തിൻ്റെ മനസ്സിൽ എന്താണ്? നമ്മുടെ ചുറ്റുമുള്ള ജനങ്ങളൊക്കെ കർത്താവിൻ്റെ ആഗ്രഹം, അവരെല്ലാവരും എങ്ങനെ ആയിത്തീരണം? They all need to be saints, separated from the world. നമ്മൾ എന്തായോ അത് അവരാകണം. നമ്മൾ ലൗകികരായിരുന്നു, നമ്മളെ കർത്താവ് സ്വർഗീയരാക്കിയെങ്കിൽ ഇനി നമ്മുടെ ചുമതല ലൗകികരായ ആളുകളുടെ അടുത്തേക്ക് ചെന്ന് യേശു നമ്മളെ ദൈവവുമായി ബന്ധിപ്പിച്ചതുപോലെ നമ്മൾ ഇനി ഈ ജനതയെ യേശുവുമായി ബന്ധിപ്പിക്കുകയാണ്. യേശു ദൈവവുമായിട്ട് ബന്ധിപ്പിച്ചോളൂ. യേശു വന്നിട്ട് നമ്മളെ എന്ത് ചെയ്തു? ദൈവവുമായിട്ട് ബന്ധിപ്പിച്ചു. നമ്മുടെ ചുമതല എന്താ? നമ്മൾക്ക് ഈ ജനതയെ യേശുവുമായി ബന്ധിപ്പിക്കണം. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, ഞാൻ അപേക്ഷിക്കുന്നത് അവർക്ക് വേണ്ടി മാത്രമല്ല, അവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിക്കാനിരിക്കുന്നവർ. അപ്പം എൻ്റെ ചുമതല ജനത്തെ യേശുവുമായി ബന്ധിപ്പിക്കുകയാണ്. ബന്ധിപ്പിച്ചാൽ ആത്യന്തികമായി എന്ത് സംഭവിക്കും? ദൈവവുമായിട്ട് ബന്ധിപ്പിക്കപ്പെടും. ആ ഉത്തരവാദിത്വത്തോടു കൂടെയാണ് ലോകത്തിലേക്ക് ഞാൻ പോകണം. അപ്പോൾ ഇവിടെ 15-ാം അധ്യായത്തിൻ്റെ, യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു, നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിന്.
നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വെച്ചുമിരിക്കുന്നു. നോക്കുക, ഇവിടെ പറയുന്നത് നിങ്ങളെ ഞാൻ തെരഞ്ഞെടുത്തു, നിങ്ങളെ ഞാൻ രൂപാന്തരപ്പെടുത്തി, നിങ്ങളെ ലൗകികരല്ലാതാക്കി, നിങ്ങളിൽ ഞാൻ സ്വർഗീയത നിറച്ചു. പക്ഷെ ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ പോകുകയാണ്? നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിന് ഞാൻ നിങ്ങളെ ലോകത്തിൽ ആക്കി വച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മളും ലോകത്തിലേക്ക് പോവുകയല്ല, അയക്കപ്പെടുകയാണ്. കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ വന്നതൊന്നുമല്ല, എന്നെ അയച്ച പിതാവ്. കമ്മീഷനിങ് ഉണ്ട്, മിഷനുണ്ട്. ഇതേപോലെ നമ്മുടെ ജീവിതത്തിലും കമ്മീഷനിങ്ങും ഉണ്ട്, മിഷനും ഉണ്ട്. ദൈവം നമ്മളെ കമ്മീഷൻ ചെയ്തു, നിയോഗിച്ചയച്ചിരിക്കുകയാണ്. എന്തിനാണ്? പോയി ഫലം കായ്ക്കാൻ. 15-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം മുതൽ നമ്മൾ വായിച്ചപ്പോൾ നിന്ന് ഫലം കായ്ക്കുന്ന കാര്യത്തെക്കുറിച്ച് അവിടെ കാണുന്നുണ്ട്. മുന്തിരിവള്ളിയും കൊമ്പും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചൊക്കെ പറഞ്ഞ് നിന്ന് ഫലം കായ്ക്കുക, അതിനാണ് വസിക്കുക എന്ന് പറയുന്നത്. നിന്ന് ഫലം കായ്ക്കണമെങ്കിൽ അവനിൽ വസിക്കണം. പോയി ഫലം കായ്ക്കണമെങ്കിൽ നമ്മൾ പോകണം, ലോകത്തിലേക്ക് പോകണം. അപ്പോൾ നമ്മളെ സ്വർഗത്തിന് പ്രാപ്തമാക്കുവാൻ നമ്മൾ നിന്ന് ഫലം കായ്ക്കുകയാണ്, അവനിൽ വസിക്കുകയാണ്. എന്നാൽ അവനിൽ വസിക്കുന്നവനെ ദൈവം എന്ത് ചെയ്യുന്നു? പോയി ഫലം കായ്ക്കുന്ന അവസ്ഥയിലേക്ക്. ഇപ്പോൾ മിഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൻ്റെ 18 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ മിഷനെ കുറിച്ച് കാണുന്നുണ്ട്. എന്താണ്? ഗോ ആൻഡ് പ്രീച്ച്. മത്തായിയുടെ സുവിശേഷത്തിൽ 28-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 18 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ യേശു അടുത്ത് ചെന്ന് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് ഗോ ye therefore and make disciples of all the nations. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട്, ഗോ, നിങ്ങൾ പോയി പ്രസംഗിക്കുക, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തെ സ്നാനം കഴിപ്പിച്ച് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. അപ്പോൾ നിന്ന് ഫലം കായ്ക്കുക മാത്രം പോരാ, പോയി ഫലം കായ്ക്കുകയും വേണം. നമുക്കിന്നുണ്ടാകുന്ന ഒരു ചിന്ത, നമുക്കിപ്പോൾ എല്ലാവരെയും ഒക്കെ രക്ഷിക്കാനൊക്കെ നമ്മളെ കൊണ്ടുപോകാൻ പറ്റുമോ? നമുക്ക് വല്ല വിധേനയും ചിലർ പറയുന്നത് തന്നെ കേട്ടിട്ടുണ്ട്, നമ്മൾ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, എൻ്റെ ബ്രദറെ ഇപ്പോൾ എല്ലാവരെയും രക്ഷിക്കാനൊക്കെ നമ്മളെ കൊണ്ട് പറ്റുമോ? നമ്മൾ വല്ല വിധേനയും ഇല്ലേ, ചിലർ വർത്തമാനം വല്ല വിധേനയും നമ്മളെങ്ങനെയെങ്കിലും അങ്ങ് ജീവിച്ച് നമ്മളങ്ങ് രക്ഷപ്പെടാൻ നോക്കും. അത് ഭയങ്കര സ്വാർത്ഥതയാണ് കേട്ടോ, ഭയങ്കര സ്വാർത്ഥതയാണ്. ഞാൻ രക്ഷിക്കപ്പെട്ടു, എനിക്കങ്ങ് രക്ഷപ്പെട്ടു പോകണമെന്നുള്ളത് മാത്രം. ഞാൻ ചിലപ്പം യെശയ്യാവിൻ്റെ പ്രവചനത്തിൽ 6-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നൊരു കാര്യമുണ്ട്. യെശയ്യാവ് ദൈവത്തെ കണ്ടപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ജനങ്ങളുടെ നടുവിൽ വസിക്കുന്നു. അവൻ്റെ ദർശനത്തിൻ്റെ പ്രത്യേകത കണ്ടോ? അവൻ ദൈവത്തെ കണ്ടു, പിന്നെ അവനെ നോക്കിയപ്പോൾ അവൻ ശുദ്ധിയില്ലാത്ത മനുഷ്യൻ. അതിൻ്റെ കൂട്ടത്തിൽ അവൻ പറയുക, ഞാൻ മാത്രമല്ല, എൻ്റെ ചുറ്റുമുള്ളവരെല്ലാം ശുദ്ധിയില്ലാത്തവരാണ്. ഇത് നമ്മൾ കാണുന്നില്ല. അതുകൊണ്ട് ഇവൻ്റെ കരച്ചിൽ കണ്ടപ്പോൾ സറാഫുകളിൽ ഒരുത്തൻ വന്ന് ഒരു കൊടിൽ കൊണ്ട് ദൈവത്തിൻ്റെ അല്ലെങ്കിൽ ഓൾട്ടറിൽ നിന്ന് ഒരു കനലെടുത്ത് അവൻ്റെ നാവിനെ തൊടുവിച്ച് അവനെ ശുദ്ധനാക്കി. അവനെ ശുദ്ധനാക്കി കഴിഞ്ഞാൽ നമ്മളാണ് പറയും, പ്രൈസ് ദ ലോർഡ്, എൻ്റെ പാപം മോചിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെയാണ് പറയുന്നത്, നിൻ്റെ പാപം മോചിക്കപ്പെട്ടിരിക്കുന്നു ഇല്ലേ? കർത്താവിന് സ്തോത്രം. ഓക്കെ കർത്താവേ, പ്രൈസ് ദ ലോർഡ്, എൻ്റെ പാപം നീ മോചിച്ചല്ലോ, സ്തോത്രം എന്ന് പറഞ്ഞ് പോകുന്നതാണ് നമ്മുടെ പതിവ്. പക്ഷേ യെശയ്യാവിൻ്റെ പ്രത്യേകത എന്നറിയാമോ? യെശയ്യാവ് പോകുന്നില്ല, അവിടെ തന്നെ നിൽക്കുക. അവൻ്റെ പാപം മോചിക്കപ്പെട്ടു എന്നുള്ളത് ശരിയാണ്, പക്ഷെ അവൻ പോകുന്നില്ല, അവൻ അവിടെ നിൽക്കുക. എന്താ? കുറച്ച് കഴിഞ്ഞപ്പം കർത്താവ് ചോദിച്ചു, ആറ് നമുക്ക് വേണ്ടി പോകും? അയ്യോ കർത്താവ്, ഞാൻ പോകാം, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ജനങ്ങളുടെ മധ്യത്തിൽ വസിക്കുന്നു, ഞാൻ പോകാം. ഇതാണ് യഥാർത്ഥത്തിൽ മിഷൻ. ആദ്യം നമ്മുടെ ശുദ്ധീകരണം നടക്കണം. യെശയ്യാവ് ശുദ്ധീകരിക്കപ്പെടാതെ മറ്റുള്ളവരെ ശുദ്ധീകരിക്കാൻ പോകാൻ പറ്റുമോ? ഇല്ല. എന്നതുപോലെ നമ്മുടെ ശുദ്ധീകരണം ആവശ്യമാണ്. നമുക്ക് വല്ല വിധേനെ സ്വർഗത്തിൽ പോകണം, ഇതൊക്കെ ശരിയാണ്. പക്ഷേ എനിക്ക് വല്ല വിധേനെ അങ്ങ് സ്വർഗത്തിൽ പോകണം എന്ന് മാത്രം ചിന്തിക്കുന്നത് സ്വാർത്ഥതയാണ്. കാര്യം നമ്മുടെ ചുറ്റും അനേക ജനങ്ങൾ, പാപത്തിൽ ജീവിക്കുന്നവർ, ശുദ്ധിയില്ലാത്ത അതലങ്ങളുള്ള, ശുദ്ധിയില്ലാത്ത കണ്ണുകളുള്ള, ശുദ്ധിയില്ലാത്ത കാലുകളുള്ള, ശുദ്ധിയില്ലാത്ത കൈകളുള്ള ഒരു വലിയ ജനതയുടെ മധ്യത്തിലാണ് നമ്മൾ താമസിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ചുമതല എന്താണ്? സംഹാവ്, കർത്താവ് എന്നെ അയക്കണമേ, ഞാൻ പോകാം. കർത്താവ് പറയുന്നു, ഗോ ആൻഡ് പ്രീച്ച് ദ ഗോസ്പൽ. പുറത്തോട്ട് പോകണം. കൊറോണയാണോ മറ്റേതാണോ മറിച്ചാണെന്നൊന്നും അല്ല വിഷയം. പുറത്തോട്ട് പോകണമെന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? ഇഫ് യു നോ എ സിന്നർ, ഗോ ആൻഡ് പ്രീച്ച്. ഒരാൾ മതി,
വലിയ ആൾക്കൂട്ടം വേണമെന്നൊന്നും നിർബന്ധമില്ല. ഗോ ആൻഡ് പ്രീച്ച്, ഷെയർ ദ ഗോസ്പൽ വിത്ത് പീപ്പിൾ. ജനങ്ങളോട് സുവിശേഷം അറിയിക്കുക. കർത്താവ് പറഞ്ഞു ഗോ ആൻഡ് പ്രീച്ച് എന്ന്. നമ്മൾ പറയുന്നത് എന്താണെന്നറിയാം? കം ആൻഡ് ബി ബ്ലെസ്ഡ്. നമ്മൾ പറയുന്നത് വരിക, അനുഗ്രഹം പ്രാപിക്കുക. കർത്താവ് പറഞ്ഞു പോവുക, അനുഗ്രഹിക്കുക. പോയി അനുഗ്രഹിക്കണം, പോയി ഫലം കായ്ക്കണം, പോയി കൊണ്ടുവരണം. വരിക എന്ന് പറയുന്നതിനകത്ത് ഞാൻ കുറ്റമൊന്നും പറയുന്നില്ല. പക്ഷേ വേറെ കാര്യമുണ്ട്, എങ്ങനെ അവർ വരുന്നത്? അതിന് നമ്മൾ എന്ത് ചെയ്യണം? പോയി കൊണ്ടുവരണം. നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിന്, ദാറ്റ് ഈസ് മിഷൻ. അപ്പോൾ കർത്താവ് നമ്മളെ സ്വർഗത്തിനായി വിളിച്ചവരാണ്. എന്നാൽ അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ലോകത്തിലേക്ക് അയക്കപ്പെട്ടവരാണ് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. നമ്മൾ സ്വർഗത്തിനായി വിളിക്കപ്പെട്ടവരാണ്, അതിന് ഒരു കുറ്റവുമില്ല. അത് വേണം, തീർച്ചയായും. നമ്മുടെ രക്ഷ നഷ്ടപ്പെടാനൊന്നും പാടില്ല, അത് നശിപ്പിക്കാൻ പാടില്ല. വിശുദ്ധിയിൽ ജീവിക്കണം, അവന് വേണ്ടി ഒരുങ്ങണം. അതെല്ലാം നമ്മൾ പഠിച്ചു. എന്നാൽ അത് മാത്രം പോരാ, നമുക്കൊരു വലിയ ഉത്തരവാദിത്വമുണ്ട്. കർത്താവ് പറഞ്ഞു നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിന് ഞാൻ നിങ്ങളെ ആക്കി വച്ചിരിക്കുന്നു. അവൻ ആക്കി വച്ചിരിക്കുന്ന സ്ഥലത്തേക്ക്. അതിപ്പം ആഫ്രിക്കയിലെ മിഷൻ ഫീൽഡിലോ ഉത്തരാഖണ്ഡിലെ മിഷൻ ഫീൽഡിലോ മാത്രമൊന്നുമല്ല നമ്മൾ പറയുന്നത്. നമ്മൾ എവിടെയാണെങ്കിലും അവിടെ നമ്മളെ ആക്കി വച്ചിരിക്കുകയാണ്. നിങ്ങളൊരു ജോലിക്കാരനായിട്ടാണെങ്കിൽ പോലും ആ ജോലി സ്ഥലത്ത് അവൻ നമ്മളെ ആക്കി വച്ചിരിക്കുകയാണ്. നിങ്ങൾ പഠിക്കുന്ന സ്കൂളിൽ, പഠിപ്പിക്കുന്ന കോളേജിൽ, എവിടെയും ആയിക്കോട്ടെ, കർത്താവ് നമ്മളെ ആക്കി വച്ചിരിക്കുന്നു. എന്തിനാണ്? പോയി ഫലം കായ്ക്കേണ്ടതിന്. സോ മിഷൻ എന്ന് പറയുന്നത് നമുക്കൊരിക്കലും ഒഴിവാക്കാൻ പറ്റുന്ന കാര്യമല്ല. അതില്ലാതെ നമുക്കൊരു ജീവിതമില്ല. നമ്മുടെ ഐഡന്റിറ്റിയുടെ ഭാഗമാണത്, നമ്മുടെ അസ്തിത്വത്തിന്റെ ഭാഗമാണ്. കർത്താവ് എന്നെ മിഷന് വേണ്ടി വിളിച്ചിരിക്കുന്നു. മിഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് തെറ്റിദ്ധരിക്കരുത്, ഏതെങ്കിലും ഓർഗനൈസേഷന്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. നമുക്കൊരു ദൗത്യമുണ്ട്. എന്താണ്? നമ്മിലൂടെ അവരുടെ വചനത്താൽ വിശ്വസിക്കാനിരിക്കുന്നവർ, നമ്മുടെ വാക്കുകളാൽ അനേകർ വിശ്വസിക്കണം. അതിനാണ് നമ്മളെ ഭൂമിയിൽ ആക്കി വെച്ചിരിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കർത്താവ് ഉയിർത്തെഴുന്നേറ്റതിന് ശേഷം നടക്കുന്ന ചില കാര്യങ്ങൾ അവിടെ 19 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ ആയ ദിവസം നേരം വൈകിയപ്പോൾ ശിഷ്യന്മാർ ഇരുന്ന സ്ഥലത്ത് യഹൂദന്മാരെ പേടിച്ച് വാതിലടച്ചിരിക്കെ യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് അവരോട് പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് അവൻ കയ്യും വിലാപ്പുറവും അവരെ കാണിച്ചു. കർത്താവിനെ കണ്ടിട്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. യേശു പിന്നെയും അവരോട് നിങ്ങൾക്ക് സമാധാനം, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. ഇങ്ങനെ പറഞ്ഞ ശേഷം അവൻ അവരുടെ മേലൂതി അവരോട് പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവിൻ. ആരുടെ പാപങ്ങൾ നിങ്ങൾ മോചിക്കുന്നുവോ അവർക്ക് മോചിക്കപ്പെട്ടിരിക്കുന്നു, ആരുടെ പാപങ്ങൾ നിർത്തുന്നുവോ അവർക്ക് നിർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. നോക്ക്, ഉയിർത്തെഴുന്നേറ്റ യേശു ശിഷ്യന്മാരെ കാണുമ്പോൾ ആദ്യം തന്നെ അവിടെ സംസാരിക്കുന്നത് മിഷനാണ്. നമ്മളെ അത്ഭുതപ്പെടുത്തേണ്ട ഒരു കാര്യമാണ്. ഉയിർത്തെഴുന്നേറ്റ യേശു ശിഷ്യന്മാരെ കാണുമ്പോൾ ആദ്യം പറയുന്നത് നിങ്ങൾക്ക് സമാധാനം. അതിനകത്ത് ഒത്തിരി അർത്ഥപൂർണമായ കാര്യമുണ്ട്. നിങ്ങൾക്ക് സമാധാനം എന്ന് പറയുമ്പോൾ യഹൂദന്മാർ അന്യോന്യം കാണുമ്പോൾ അവർ സമാധാനം എന്ന് പറഞ്ഞാൽ ഷാലോം എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ ഗ്രീറ്റ് ചെയ്യുന്നത്. എന്നാൽ ഇവിടെ വെറും ഒരു ഗ്രീറ്റിംഗ് അല്ല. ഞാൻ ഇതിനെക്കുറിച്ച് ചില മെസ്സേജസിൽ പറഞ്ഞിട്ടുണ്ട്. ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് എ ഗ്രീറ്റിംഗ്. നിങ്ങൾക്ക് സമാധാനം, ഇങ്ങനെ സമാധാനം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സമാധാനം ഉണ്ടായിരിക്കട്ടെ എന്ന് പറയുന്ന ആ ഒരു വെറും ഒരു ഗ്രീറ്റിംഗിന്റെ ഭാഗമായിട്ട് ഇതിനെ കാണരുത്. അവിടെ പറയുന്നത് എന്നിട്ട് അവൻ കയ്യും വിലാപ്പുറവും അവരെ കാണിച്ചു. എന്താണെന്നറിയാമോ? ദിസ് ഈസ് നോട്ട് ജസ്റ്റ് പീസ് ഓഫ് ഗാഡ്, ദിസ് ഈസ് പീസ് വിത്ത് ഗാഡ്. ഇത് ഒരുമാതിരി ഒരു മനസമാധാനമോ ഒരു ദൈവസമാധാനമോ അങ്ങനെയുള്ള ഒരു ചില്ലറക്കാര്യമായിട്ട് നിങ്ങൾ ചിന്തിക്കരുത്. കർത്താവ് പറയുന്നത് നിങ്ങൾ നോക്ക്, നിങ്ങൾക്ക് ഇപ്പോൾ ദൈവത്തോട് സമാധാനമുണ്ട്. റോമാലേഖനം 5-ാം അധ്യായത്തിൽ പറയുന്ന കാര്യം അതാണ്. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നിങ്ങൾക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. ലോക്കൽ സമാധാനമല്ല ഇവിടെ പറയുന്നത്, ഇല്ലേ? നമ്മളൊക്കെ ചിലപ്പോൾ പറയുമല്ലോ, മോനെ യോഗത്തിന് പാടാ, നിനക്കൊരു മനസമാധാനം ഉണ്ടാകട്ടെന്ന്. ആ മനസമാധാനം ഏതാ? ഇവിടെ വന്നൊരു പാട്ടൊക്കെ പാടുമ്പോൾ ഒരു ഇളക്കവും ഒക്കെ ഉണ്ടാകുന്നത്. അതല്ല നമ്മൾ പറയുന്ന ദൈവിക സമാധാനം. ഇത് ദൈവത്തോട് സമാധാനമാണ്. കാരണം നമ്മൾ അടിസ്ഥാനപരമായി ദൈവത്തോട് ശത്രുതയിലാണ്. നമുക്ക് ദൈവത്തോട് അടുക്കാൻ കഴിയാത്ത നിലയിലായിരുന്നപ്പോൾ
യേശുക്രിസ്തുവിന്റെ മഹാകരുണയാൽ, കൃപയാൽ അവൻ നമ്മുടെ പാപങ്ങളെ ഏറ്റെടുത്ത് അവന്റെ കൈകളിൽ ആണിയടിക്കപ്പെട്ടു, അവന്റെ വിലാപ്പുറം കുത്തിത്തുളയ്ക്കപ്പെട്ടു, അവന്റെ രക്തത്താൽ നമ്മൾ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. വെറും ഒരു മനസമാധാനമല്ല, ദൈവത്തോട് സമാധാനമുണ്ട്. നീതിയുടെ ഫലമായ സമാധാനം. നമ്മൾ പലപ്പോഴും റിലീജിയനിലുള്ളത് പീസ് വിത്തൗട്ട് ജസ്റ്റിസാണ്. പക്ഷേ കർത്താവ് നൽകുന്നത് പീസ് ഔട്ട് ഓഫ് ജസ്റ്റിസാണ്. നീതിയിൽ നിന്നുള്ള സമാധാനമാണ്. എന്ത് നീതി? ദൈവവുമായിട്ടുള്ള നീതി. ദൈവത്തെ നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെട്ട് കഴിയുമ്പോൾ ഉണ്ടാകുന്ന സമാധാനം. ഇപ്പം നമുക്ക് ദൈവവുമായിട്ട് ആക്സസ് ഉണ്ടെന്നാണ് പറയുന്നത്. അതായത് റോമാലേഖനം 5-ാം അധ്യായത്തിൽ 2-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ അവൻ മുഖാന്തരം നാം ഇപ്പോൾ നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് പ്രവേശനവും ലഭിച്ചിരിക്കുന്നു. നേരത്തെ പ്രവേശനമില്ലായിരുന്നു, ഇപ്പം എന്തുണ്ട്? പ്രവേശനമുണ്ട്. കർത്താവ് ശിഷ്യന്മാരോട് പറയുന്നത്, ഞാൻ ഇപ്പോൾ നിങ്ങളോട് പറയുന്ന ശാലോമുണ്ടല്ലോ, അത് നിങ്ങൾ സാധാരണ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുമ്പോൾ പറയുന്ന സമാധാനമല്ല. പ്രത്യുത ഇപ്പോൾ നിങ്ങൾക്ക് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് പ്രവേശനമുണ്ട്. നേരത്തെ ഇല്ലായിരുന്നു. ഈ പ്രവേശനം സാധ്യമായത് എങ്ങനെയാണ്? അവൻ കയ്യും വിലാപ്പുറവും അവരെ കാണിച്ചു. ഇതൊരു കോസ്റ്റ്ലി പീസാണ്. ഭയങ്കര വില കൊടുത്ത ഒരു സമാധാനമാണ്. എന്താ വില കൊടുത്തത്? കർത്താവിന്റെ കൈകളിൽ ആണിയടിക്കപ്പെട്ടു, അവന്റെ വിലാപ്പുറം കുത്തിത്തുളയ്ക്കപ്പെട്ടു, അവൻ നമ്മുടെ പാപങ്ങളെ വഹിച്ചുകൊണ്ട് മരിച്ചു. അങ്ങനെയാണ് ഈ സമാധാനം സാധ്യമായത്. അതാണ് കർത്താവ് പറയുന്നത്, നിങ്ങൾക്ക് സമാധാനം. നോക്ക്, എൻ്റെ കൈകൾ നോക്ക്, എൻ്റെ കൈകളിൽ ആണിയടിക്കപ്പെട്ടിരിക്കുന്നു, എൻ്റെ വിലാപ്പുറം കുത്തിത്തുളയ്ക്കപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. ഇന്നലെ വരെ ദൈവത്തിന്റെ സന്നിധിയിൽ നിങ്ങൾക്ക് പ്രവേശനമില്ലായിരുന്നു. എന്നാൽ ഇന്ന് you have access towards God because you are justified by my blood, because of my death. എൻ്റെ മരണം കൊണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ദൈവവുമായിട്ട് നിരപ്പ് പ്രാപിച്ചിരിക്കുന്നു. ഇതാണ് ദൈവിക സമാധാനം. ഈ സമാധാനം, അപ്പൊ അവര് ശിഷ്യന്മാർ യേശുവിനെ കണ്ടപ്പോൾ അവർ സന്തോഷിച്ചു. ഓ, പ്രൈസ് ദ ലോർഡ്. പക്ഷേ കർത്താവ് പറയുന്നത് എന്താണെന്നറിയാമോ? കർത്താവിനെ കണ്ടിട്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. 21-ാമത്തെ വാക്യത്തിൽ യേശു പിന്നെയും അവരോട്, നിങ്ങൾക്ക് സമാധാനം. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. എന്താ കർത്താവ് പറയുന്നത്? നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഇപ്പോൾ വലിയ സന്തോഷമായല്ലേ? ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ മരിച്ചു, അങ്ങനെ നിങ്ങളുടെ പാപങ്ങൾ മോചിക്കപ്പെട്ടു, ഇപ്പം ദൈവവുമായിട്ട് നിങ്ങൾക്ക് സമാധാനമുണ്ട്, ദൈവവുമായിട്ട് ആക്സസ് ഉണ്ട്, എല്ലാവരും സന്തോഷമായല്ലോ അല്ലേ? എന്നാൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യമുണ്ട്. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. എന്തായാലും അർത്ഥം? കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് മനസ്സിലായി എൻ്റെ മരണം കൊണ്ട് നിങ്ങൾക്ക് ദൈവത്തോട് സമാധാനമുണ്ടെന്ന്. പക്ഷേ ഈ സമാധാനം നിങ്ങളുടെ കയ്യിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കാനുള്ളതല്ല. ഈ ലോകത്തിലെ കോടാനുകോടി ജനങ്ങൾ ഈ സമാധാനം എന്തെന്നറിയാതെ യേശുക്രിസ്തുവിന്റെ ക്രൂശിലൂടെ മനുഷ്യവർഗത്തിന് ദൈവം നേടിക്കൊടുത്ത ആ സമാധാനത്തിന്റെ സന്ദേശം അറിയാൻ വയ്യാത്തവരായി കോടാനുകോടി ജനങ്ങളുണ്ട്. ഇനി നിങ്ങളുടെ ചുമതല എന്താ? പോവുക. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെയും അയക്കുന്നു. നമ്മൾ ലോകത്തിലേക്ക് അയക്കപ്പെട്ടവരാണ്. സ്വർഗത്തിനായി വിളിക്കപ്പെട്ടവരും ഭൂമിയിലേക്ക് അയക്കപ്പെട്ടവരും. കർത്താവ് പറയാ, എത്ര പേര് മനസ്സിലാക്കി എൻ്റെ കാൽവറി ക്രൂശിലെ മരണത്തെക്കുറിച്ച്? ഇപ്പം നിങ്ങൾ മനസ്സിലാക്കി. പക്ഷേ ആർക്കറിയാം ഈ കാര്യം? നിങ്ങൾ ചെന്നിട്ട് പറ, സമാധാനത്തിനായി ഒരുവൻ തകർക്കപ്പെട്ടു, സമാധാനത്തിനായി ഒരുവന്റെ കൈകളിൽ ആണിയടിക്കപ്പെട്ടു, ദൈവത്തോട് സമാധാനം പ്രാപിക്കുവാൻ യേശുവിന്റെ കരങ്ങൾ ആണിയടിക്കപ്പെട്ടു, വിലാപ്പുറം കുത്തിത്തുളയ്ക്കപ്പെട്ടു. ഈ സുവിശേഷ സന്ദേശം, സമാധാനത്തിന്റെ സന്ദേശം ലോക ജനതയുടെ ഇടയിലേക്ക് എത്തിക്കുവാൻ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. പിതാവ് എന്നെ അയച്ചത് ഈ സമാധാനം സാധ്യമാക്കുവാനാണ്. അത് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. യേശു കാൽവറി ക്രൂശിൽ മരിച്ചതിന് പകരമായിട്ട് നമുക്ക് മരിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ സമാധാനം സാധ്യമാക്കിയത് യേശുവിൻ്റെ മരണമാണ്. പക്ഷേ സമാധാനം പ്രായോഗികമാകുന്നത് നിങ്ങൾ പോകുമ്പോഴാണ്. സമാധാനം സാധ്യമാക്കുന്നതിന് നമ്മൾ ഇനി ഒന്നും ചെയ്യേണ്ട കാര്യമില്ല.
2000 വർഷം മുമ്പ് കാൽവറി ക്രൂശിൽ യേശു കർത്താവ് മരിച്ചപ്പോൾ സകല മനുഷ്യരുടെയും പാപങ്ങൾക്കുള്ള പരിഹാരം അവൻ വരുത്തി കഴിഞ്ഞു. എന്നാൽ സകല മനുഷ്യർക്കും വേണ്ടി യേശു കർത്താവ് മരിച്ചു എന്നുള്ളതൊരു യാഥാർത്ഥ്യമായിരിക്കെ ഇതിനെക്കുറിച്ച് അറിയാതെ ആ യേശുവിലൂടെ ദൈവത്തിങ്കലേക്ക് പ്രവേശനം ലഭിക്കാത്ത കോടാനുകോടി ജനങ്ങൾ നിങ്ങളുടെ ചുറ്റുപാടുമുണ്ട്. ചില ആളുകൾ പറയാറുണ്ടല്ലോ, യേശു കാൽവറി ക്രൂശിൽ 2000 വർഷം മുമ്പ് മരിച്ചു, അതുകൊണ്ട് എല്ലാവരും രക്ഷിക്കപ്പെട്ടു, ഇനിയിപ്പം നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യണ്ട എന്നുള്ള കാര്യം. ഞാനൊരു ഉദാഹരണം സാധാരണ പറയാറുണ്ട്. ഞാൻ ആദ്യം മൊസാംബിക്കിൽ ചെല്ലുമ്പോൾ 13 വർഷം മുമ്പാണ്. മപ്പുട്ടോ എന്ന് പറയുന്ന അവരുടെ ക്യാപിറ്റൽ. ഞാൻ താമസിക്കുന്നത് സംബേസിയ പ്രോവിൻസിലാണ്. സംബേസിയ പ്രോവിൻസ് ഒത്തിരി പുവർ ആയിട്ടുള്ള ഒരു രാജ്യമാണ്, ഒരു സ്റ്റേറ്റാണ്. തന്നെയല്ല അവിടെ ഈ പറയുന്ന പോലുള്ള വിദ്യാഭ്യാസവും മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ല. മപ്പുട്ടോയിൽ ശരിക്കും അവരുടെ ലൈഫൊക്കെ വളരെ നല്ല ലൈഫാണ്. മറ്റുള്ള കാര്യങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞാലും ജോലി സാധ്യതയുണ്ട്, ഒത്തിരി കാര്യങ്ങൾ. ഇറ്റ്സ് എ ബിഗ് സിറ്റി. അപ്പോൾ ഞാൻ അവിടെ ചെല്ലുന്ന സമയത്ത് മപ്പുട്ടോയിൽ നിന്ന് സംബസിയയിലേക്ക് പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു വലിയൊരു നദിയുണ്ട്, റിവർ സാംബസി. ഡേവിഡ് ലിവിങ്സ്റ്റണൊക്കെ താമസിച്ച സ്ഥലമാണ് സംബേസിയ നദി. ഭയങ്കര കപ്പലുകളൊക്കെ പോകുന്ന വലിയ വലിപ്പമുള്ള ഒരു നദിയാണ്. അതിന് ചുറ്റും ഒരു പാലമില്ല, എങ്ങുമില്ല. അപ്പോൾ അതുകൊണ്ട് ഈ സംബസിയയിൽ താമസിക്കുമ്പോൾ ഞാൻ തന്നെ ആലോചിച്ചിട്ടുണ്ട്, എന്നാ വിലയാണ് സാധനങ്ങൾക്കൊക്കെ. കാര്യം എന്നറിയാമോ, ഇതെല്ലാം പുറത്തുനിന്ന് ഫ്ലൈറ്റിലൊക്കെ വരുന്നതാണ്. ഫ്ലൈറ്റും കൂടെ ചേർത്താണ് നമ്മളോടെല്ലാം വാങ്ങിക്കുന്നത്. 1 കിലോ മുന്തിരിങ്ങ വാങ്ങിക്കണമെങ്കിൽ 10 കിലോ മുന്തിരിങ്ങ വാങ്ങിക്കേണ്ട കാശ് കൊടുക്കണം. അങ്ങനെ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞതാണ്. അങ്ങനെ ഭയങ്കര വിലയാണ്. കാര്യം എന്നറിയാമോ, സംബസിയ റിവറിൻ്റെ മുകളിൽ കൂടി ഒരു പാലമില്ലാത്തത് കൊണ്ട് സംബസിയയിലുള്ളവർക്ക് മപ്പുട്ടോയിലേക്കോ മപ്പുട്ടോയിൽ നിന്നുള്ളവർക്കോ സംബസിയയിലേക്കോ വരണമെങ്കിൽ ഫ്ലൈറ്റൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും സ്വാഭാവികമായി അത് നടക്കത്തില്ല. അങ്ങനെ ഞാൻ അവിടെ ചെന്ന് കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ സംബസിയ റിവറിൻ്റെ മുകളിലൂടെ ഒരു പാലം പണിതു. കിലോമീറ്റർ നീളമുള്ള വലിയ ഒരു പാലം പണിതു. പാലം പണിതപ്പോൾ ഉണ്ടായ പ്രത്യേകത, ഇപ്പോൾ സംബസിയയിലുള്ള ഒരാൾക്ക് വേണമെങ്കിൽ എങ്ങോട്ട് പോകാം? മപ്പുട്ടോയ്ക്ക് പോകാം. പാലത്തെക്കൂടെ നടന്ന് അക്കരെ കയറി അതിലെ മപ്പുട്ടോയ്ക്ക് നമുക്ക് പോകാം. എന്നാൽ എൻ്റെ ചോദ്യം, സംബസിയ നദിയുടെ കുറുകെ ഒരു പാലം പണിതത് കൊണ്ട് സംബസിയയിലുള്ള എല്ലാവരും മപ്പുട്ടോയിൽ ചെന്നെന്നർത്ഥമുണ്ടോ? ഇല്ല. ഇതുപോലെ ഉള്ളൂ 2000 വർഷം മുമ്പ് യേശു കർത്താവ് കാൽവറി ക്രൂശിൽ മരിച്ചപ്പോൾ എല്ലാവരുടെയും പാപങ്ങൾ മോചിക്കപ്പെട്ടു, അതുകൊണ്ട് ഇപ്പോൾ എല്ലാവരും സ്വർഗത്തിലാണെന്ന് പറയുന്ന ദുരുപദേശം. പാലം പണിതു എന്നുള്ളത് ശരിയാണ്, പക്ഷേ മപ്പുട്ടോയ്ക്ക് പോകണമെങ്കിൽ ഓരോരുത്തരും ഈ പാലത്തെ കൂടെ അക്കരെ കയറണം. ഞാൻ പറഞ്ഞാൽ മനസ്സിലായല്ലോ. പക്ഷെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനൊരു പാലം പണിത വിവരം പോലും ഈ സംബസിയയിലെ 90% ആളുകളും ഇന്ന് വരെ അറിഞ്ഞിട്ടില്ല. കാര്യം അവർ പത്രവും വായിച്ചിട്ടില്ല, അവർക്കിതൊന്നും അറിയത്തുമില്ല. മപ്പുട്ടോയെക്കുറിച്ചൊക്കെ അവർ ചിലപ്പോൾ കേട്ട് കാണുമായിരിക്കും, അവിടെ പോകണമെന്ന് ആഗ്രഹമൊക്കെ കാണും, പക്ഷേ അവർക്കറിയില്ല ഇപ്പോൾ അത് സാധ്യമാണെന്നറിയില്ല. ഇതുപോലെ ദൈവത്തിങ്കലേക്ക് എത്തുവാനുള്ള മോഹവും ആഗ്രഹവും എല്ലാ മനുഷ്യരുടെയും ഹൃദയത്തിൽ ദൈവവും കൊടുത്തിട്ടുണ്ട്, മതവും കൊടുത്തിട്ടുണ്ട്, എല്ലാം കൊടുത്തിട്ടുണ്ട്. പക്ഷേ ദൈവത്തിങ്കലേക്ക് പോകുവാനുള്ള വഴി എന്താണ് എന്നുള്ളത് ഇവർക്ക് ആർക്കും അറിയില്ല. പാലം പണിത കാര്യം ആരും അറിഞ്ഞില്ല. ദൈവവും മനുഷ്യനും തമ്മിൽ ഇടയ്ക്ക് ക്രൂശിന്റെ പാലം പണിത് യേശു കർത്താവ് നമുക്ക് പകരമായിട്ട് മരിച്ചു എന്ന യാഥാർത്ഥ്യം, അതിലൂടെ ദൈവത്തോട് സമാധാനമുണ്ടെന്നും ആക്സസ് ഉണ്ടെന്നും നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് പ്രവേശനം ലഭിച്ചിരിക്കുന്നു. ഈ പ്രവേശനം ലഭിക്കാത്ത ആളുകളാണ് ഇപ്പുറത്തുള്ളതെല്ലാം. അങ്ങനെയുള്ള ജനങ്ങളോട് നമ്മൾ ചെന്ന് പറഞ്ഞേ പറ്റുകയുള്ളൂ. പാലം പണിതിരിക്കുന്നു, കയറാൻ ഇപ്പോൾ കഴിയും. ഇതാ നിങ്ങളിനി ഇവിടെ ഈ സംബസിയയുടെ ദാരിദ്ര്യത്തിൽ കഴിയേണ്ട കാര്യമില്ല, മപ്പുട്ടോയിലേക്ക് പോകുവാൻ പാലം പണിതിരിക്കുന്നു എന്ന് പോയി വിളിച്ചു പറയുന്നത്, അതാണ് മിഷൻ. ദൈവവും മനുഷ്യനും തമ്മിൽ തകർന്നു കിടന്ന ബന്ധം പുനഃസ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിലൂടെ മനുഷ്യവർഗത്തിന്റെ പാപങ്ങൾക്ക് പരിഹാരം സംഭവിച്ചിരിക്കുന്നു. അവനിലൂടെ നമുക്കിപ്പോൾ ദൈവത്തിങ്കലേക്ക് പ്രവേശനമുണ്ട് എന്ന ആ സുവിശേഷം ജനങ്ങളുടെ മധ്യത്തിൽ എത്തിക്കുന്നതിന്, സമാധാനത്തിൻ്റെ, ദൈവത്തോടുള്ള സമാധാനത്തിൻ്റെ സുവിശേഷം ജനങ്ങളുടെ പക്കൽ എത്തിക്കുന്നതിന് വേണ്ടി ദൈവം പറയാണ്, നിങ്ങൾ പോയി ഫലം കായ്ക്കണം. നിങ്ങൾ ചെല്ല്, പോയി പറ,
ഞാൻ സമാധാനം സാധ്യമാക്കി തീർത്തു. പക്ഷേ സമാധാനം പ്രായോഗികമാക്കണമെങ്കിൽ നിങ്ങൾ ചെന്ന് പറയണം. അതുകൊണ്ടാണ് പറഞ്ഞത് പിതാവ് എന്നെ അയച്ച ദൗത്യം എന്താണ്? എന്തിനാണ് യേശു ഭൂമിയിലേക്ക് വന്നത്? ഭൂമിയിലേക്ക് വന്നത് മനുഷ്യവർഗത്തെ ദൈവത്തിന്റെ സന്നിധിയിൽ എത്തിക്കാനാണ്. ആ ദൗത്യത്തിന്റെ ആവശ്യമായ ദൈവത്തിന്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞു. പക്ഷേ നമ്മുടെ ദൗത്യം എന്താ? ഇതേപോലെ തന്നെ ദൈവത്തിന്റെ സന്നിധിയിൽ മനുഷ്യനെ എത്തിക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് പറഞ്ഞത് അവരുടെ വചനത്താൽ വിശ്വസിക്കാനിരിക്കുന്നവർ. നമ്മൾ യേശുവിന്റെ വചനം ഡയറക്റ്റായിട്ട് കേട്ട് രക്ഷിക്കപ്പെട്ടവരായിരിക്കാം. പക്ഷേ നമ്മുടെ വചനത്താൽ ഇനി ആളുകൾ യേശുവിന്റെ അടുത്തേക്ക് ചെല്ലണം. പിതാവ് എന്നെ അയച്ചതുപോലെ വിത്ത് ദ സെയിം മിഷൻ. എന്തിനു വേണ്ടി ദൈവം പിതാവ് യേശുവിനെ ഭൂമിയിലേക്ക് അയച്ചു? മനുഷ്യനെ ദൈവത്തിന്റെ സന്നിധിയിൽ എത്തിക്കാൻ. അതേ ദൗത്യമാണ് നമുക്കും. മനുഷ്യനെ ദൈവത്തിന്റെ അടുത്ത് എത്തിക്കണം. യേശു എന്ത് ചെയ്തു? പാലം പണിതു. നമ്മളിനി പാലം ഒന്നും പണിയണ്ട, പാലം പണിത് കഴിഞ്ഞു. ഇനി ആകെ ഒരു കാര്യം ചെയ്താൽ മതി. ദേ പാലം, നിനക്ക് അപ്പുറത്ത് പോകാം, ഇതൊന്ന് പറഞ്ഞാൽ മതി. എൻ്റെ വചനത്താൽ വിശ്വസിക്കുന്നവർ, യേശുവിൻ്റെ അതേ ദൗത്യം. അപ്പോൾ നമ്മളൊരു വ്യക്തിയോട് സുവിശേഷം പറഞ്ഞ് അവന് യേശുവിലൂടെ രക്ഷ പ്രാപിക്കുമ്പോൾ യേശുവിൻ്റെ ദൗത്യത്തിന്റെ പങ്കാളിയാവുകയാണ് ഞാൻ. യേശു എന്തിനു ഭൂമിയിൽ വന്നോ അത് സാധ്യമാക്കി തീർക്കുകയാണ്. പൗലോസ് പറഞ്ഞൊരു വാചകമുണ്ട്, നമുക്കല്പം അത്ഭുതവും സങ്കടവും നമുക്കെല്ലാം തോന്നുന്ന ഒരു കാര്യമാണ്. അവൻ്റെ കഷ്ടാനുഭവങ്ങളിൽ കുറവായത് ഞാൻ എൻ്റെ ശരീരത്തിൽ പൂരിപ്പിക്കുന്നെന്ന്. അത് വായിച്ചപ്പോൾ ഞാൻ ആദ്യം ചിന്തിച്ചു, ചേട്ടാ കർത്താവിൻ്റെ കഷ്ടങ്ങളിൽ എന്തെങ്കിലും കുറവുണ്ടായിരുന്നോ? എബ്രായ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് അവനെ ദൈവം കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കിയെന്ന. അപ്പോൾ യേശു അനുഭവിച്ച കഷ്ടങ്ങൾക്ക് യാതൊരു കുറവും ഉണ്ടായിട്ടില്ല. പിന്നെന്താ പൗലോസ് പറഞ്ഞത്? എൻ്റെ ശരീരത്തിൽ ഞാൻ പൂരിപ്പിക്കുന്നെന്ന്. യേശുവിൻ്റെ കഷ്ടങ്ങളിൽ കുറവായതെന്നല്ല അതിൻ്റെ ശരിക്കുമുള്ള അർത്ഥം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യേശുവിൻ്റെ കഷ്ടങ്ങളാൽ യേശു നേടിയ ആ വലിയ കാര്യം, അതായത് ദൈവത്തോട് സമാധാനം ഉണ്ടാക്കേണ്ടതിന് യേശുവിൻ്റെ കൈയും വിലാപ്പുറവും കുത്തിത്തുളയ്ക്കപ്പെട്ടെങ്കിൽ എന്തിനു വേണ്ടിയാണ്? ദൈവത്തോട് സമാധാനം ഉണ്ടാക്കാൻ. ആ സമാധാനത്തിലേക്ക് ഞാൻ ജനങ്ങളെ നയിക്കാൻ ഇതേപോലെ കഷ്ടം അനുഭവിക്കാൻ തയ്യാറാണെന്നാണ് പൗലോസ് പറയുന്നത്. അതുകൊണ്ട് കേട്ടോ, ഇറ്റ് ഈസ് ജീസസ് മിഷൻ എന്ന് ഞാൻ സാധാരണ പറയാറുണ്ട്. ദ മിഷൻ ഓഫ് ജീസസ്. ദ മിഷൻ ഓഫ് ജീസസ്. യേശുവിൻ്റെ ദൗത്യം എന്താണോ അതാണ്. എന്താണ്? മനുഷ്യനെ ദൈവവുമായിട്ടുള്ള സമാധാനത്തിലേക്ക് കൊണ്ടുവരിക. നമ്മുടെ ദൗത്യം എന്തുവാ? അതേ ദൗത്യമാണ്. ഈ സമാധാനത്തിലേക്ക്, യേശു നേടിത്തന്ന ഈ സമാധാനത്തിലേക്ക് നമ്മൾ മനുഷ്യരെ കൊണ്ടുവരിക. അത് യേശുവിൻ്റെ വഴിയിൽ തന്നെ നമ്മൾ ചെയ്യാൻ വേണം. ഞാൻ പിതാവ് എന്നെ അയച്ചതുപോലെ എന്ത് ദൗത്യത്തിനായിട്ട് അയച്ചോ, എന്ത് വഴിയിലൂടെ അയച്ചോ, അതുകൊണ്ടാണ് സുവിശേഷീകരണത്തിൻ്റെ മാർഗം എന്ന് പറയുന്നത്, മിഷൻ എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് ഇൻ ദ ജീസസ് വേ, ഇറ്റ് ഈസ് ഇൻ ദ വേ ഓഫ് ക്രോസ്. ക്രൂശിൻ്റെ വഴിയാണത്. അവിടെ കഷ്ടതയുണ്ട്, പ്രയാസമുണ്ട്, അത്ര ഈസി ഒന്നുമല്ല. പരിഹാസമുണ്ട്, നിന്ദയുണ്ട്. നമ്മൾ എന്ന് പറഞ്ഞാൽ ഉടനെ എന്തോ ആളുകളൊക്കെ ഇങ്ങനെ അയ്യോ ഇത് കേൾക്കാൻ ഞാൻ നോക്കിയിരിക്കാമെന്നൊക്കെ ചിലർ പറയുമായിരിക്കും. പക്ഷേ മിക്കവരും അതൊന്നും പറയത്തില്ല. ചിലപ്പം പ്രശ്നങ്ങളുണ്ടായെന്നിരിക്കും, പള്ളി ഭ്രഷ്ടരാക്കിയെന്നിരിക്കും, കഷ്ടം അനുഭവിക്കേണ്ടി വന്നേക്കാം, ക്രൂശിൻ്റെ അനുഭവം നമുക്ക് ചിലപ്പോൾ ഉണ്ടായേക്കാം. എന്നാൽ നമ്മൾ ചെയ്യുന്നത് പിതാവ് യേശുവിനെ ഫലമേൽപ്പിച്ച ദൗത്യത്തിൻ്റെ പാർട്ട്ണറാവുകയാണ്. നമ്മളതിൻ്റെ പങ്കാളിയാവുകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത്ര പ്രയാസം കുറഞ്ഞ കാര്യമല്ല. ശരിക്കും മത്തായിയുടെ സുവിശേഷം 10-ാം വാക്യത്തിലും ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിലും 3-ാമത്തെ വാക്യത്തിലും നമ്മൾ കാണുന്നത്, ചെന്നായ്ക്കളുടെ ഇടയിൽ കുഞ്ഞാടുകളെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. ചെന്നായ്ക്കളുടെ ഇടയിൽ കുഞ്ഞാടുകളെ പോലെ. ഞാൻ ചിലപ്പോൾ ആലോചിക്കുന്നുണ്ട്, ചെന്നായ്ക്കളുടെ ഇടയിൽ കുഞ്ഞാടിനെ പോലെ അയച്ചാൽ എന്തൊരു കഷ്ടമാണ്. ചെന്നായ്ക്കളുടെ ഇടയിൽ പോവുകയാണെങ്കിൽ ഒന്നുമല്ല, ചെന്നായ്ക്കളുടെ ഇടയിൽ ചെന്നായ്ക്കളെ പോലെ അയച്ചായിരുന്നെങ്കിൽ വല്ലതും പറഞ്ഞായിരുന്നെങ്കിൽ നമുക്കൂടെ രണ്ട് വർത്തമാനം അങ്ങോട്ട് പറയാമായിരുന്നു. ഇത് അത് പറ്റുമോ? നമ്മളാരാ? കുഞ്ഞാട് എന്ന് തന്നെയല്ല. ചിലപ്പോൾ ഈ ചെന്നായ്ക്കൾ ആക്രമിച്ചൊന്നും ഇരിക്കും, ചിലപ്പോൾ ജീവൻ തന്നെ നഷ്ടപ്പെടുന്നിരിക്കും. പക്ഷെ ദൈവം അയച്ചത് അങ്ങനെയാണ്. ദൈവം എന്നെ ആക്കി വച്ചിരിക്കുന്നത് ചെന്നായ്ക്കളുടെ ഇടയിൽ ചെന്നായെ പോലല്ല, ചെന്നായ്ക്കളുടെ ഇടയിൽ കുഞ്ഞാടിനെ പോലെ. ചിലപ്പോൾ പ്രശ്നങ്ങളുണ്ടാകും, പ്രതിസന്ധികളുണ്ടാകും. അതൊന്നും എനിക്ക് മാറ്റിവെക്കാൻ പറ്റില്ല. കാര്യം യേശുവിൻ്റെ അതേ ദൗത്യത്തോടുകൂടെ എന്നെ അയച്ചിരിക്കുന്നു. അതേ വഴിയിലായിരിക്കണം ഞാനത് ചെയ്യുന്നത്. അല്ലാതെ എൻ്റെ വഴിയിൽ സുവിശേഷം അറിയിക്കാൻ എനിക്ക് പറ്റത്തില്ല.
യേശുവിൻ്റെ വഴിയിൽ വേണം ഞാൻ സുവിശേഷം അറിയിക്കാൻ. യേശു എങ്ങനെ ചെയ്തോ അതുപോലെ വേണം ഞാനും ചെയ്യാനായിട്ട്. ഇനി നമ്മൾ വീണ്ടും പറയുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത്, ഇത് പറഞ്ഞിട്ട് അവൻ കയ്യും വിലാപ്പുറവും അവരെ കാണിച്ചു. കർത്താവിനെ കണ്ടിട്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. എന്നിട്ട് അതിൻ്റെ താഴോട്ട് വായിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ 22-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞ ശേഷം, അതായത് നിങ്ങൾക്ക് സമാധാനം, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞ ശേഷം അവൻ അവരുടെ മേൽ ഊതി അവരോട് പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവിൻ. എന്താ ഇതിൻ്റെ അർത്ഥം? ഇത് നമ്മുടെ സ്വന്തം ശക്തിയിൽ ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല. കർത്താവ് പറയാണ്, നിങ്ങളോട് ഞാൻ പറഞ്ഞു പിതാവ് അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു, നിങ്ങൾ പോകണം, സംഗതി ശരിയാ. പക്ഷേ എന്നാ കർത്താവേ ഞാൻ പോയേക്കാം, ഞാൻ എന്താണെങ്കിലും കുറേ എണ്ണത്തിനെ നേടിയിട്ടേ ഉള്ളൂ എന്നൊന്നും പറഞ്ഞു പോയിട്ട് ഒരർത്ഥവും ഇല്ല. കാര്യം ഇത് നമ്മളെ കൊണ്ട് സ്വയമായി ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം അല്ല. ഇത് പറഞ്ഞിട്ട് അവൻ അവരുടെ മേൽ ഊതി അവരോട് പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവിൻ. അപ്പോൾ മിഷൻ നടക്കണമെങ്കിൽ ഹോളി സ്പിരിറ്റ് നമ്മുടെ മേൽ വേണം. ഹോളി സ്പിരിറ്റിന്റെ സഹായത്തോടെ അല്ലാതെ, പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടെ അല്ലാതെ ജനങ്ങളെ യേശുക്രിസ്തുവിലേക്ക് നയിക്കുവാൻ നമുക്ക് കഴിയുകയില്ല. അതുകൊണ്ട് എപ്പോഴും നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് പലപ്പോഴും ഉണ്ടല്ലോ, നമ്മുടെ വാക്ചാതുര്യം കൊണ്ടോ നമ്മുടെ ചാരിറ്റി കൊണ്ടോ നമ്മളെ എന്തെങ്കിലും അതുകൊണ്ടോ ഇതുകൊണ്ടോ ഒക്കെ ആളുകളെ നേടാമെന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്ന വെറുതെയാണ്, നടക്കത്തില്ല. അപ്പോൾ നമ്മൾ മിഷന് വേണ്ടി ലോകത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഈ ലോകത്തിൽ നമ്മുടെ ദൗത്യം പൂർത്തീകരിക്കാൻ നമുക്ക് ആവശ്യമായ ശക്തി എവിടുന്ന? ഇറ്റ് ഈസ് ഫ്രം ദ ഹോളി സ്പിരിറ്റ്. അപ്പം നമ്മളെ കർത്താവ് സ്വർഗത്തിനായി വിളിച്ചു, ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു. ലോകത്തിലേക്ക് അയച്ചപ്പോൾ തനിയെ അല്ല അയച്ചിരിക്കുന്നത്. വി ആർ നോട്ട് അലോൺ. നമ്മൾ ഒറ്റയ്ക്കല്ല പോകുന്നത്, ഒറ്റയ്ക്ക് പോവുകയും വരുന്നത്. അപ്പോൾ ദൗത്യ നിർവഹണത്തിൽ നമുക്കൊരു പങ്കാളിയുണ്ട്, നമുക്കൊരു കൂട്ടാളിയുണ്ട്, നമ്മളെ ശക്തീകരിക്കുന്ന ഒരു കംഫർട്ടറുണ്ട്, ഒരു സ്ട്രെങ്തനറുണ്ട്. അതാണ് ഹോളി സ്പിരിറ്റ്. പലപ്പോഴും സുവിശേഷീകരണത്തിലൊക്കെ മാനുഷിക ബുദ്ധി ഉപയോഗിച്ച് ചെയ്യുന്ന ഒത്തിരി പേരൊക്കെ ഉണ്ട്. അവർ ചെയ്യുന്നത്, അവരെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അവർ പക്ഷേ ദൈവത്തോടുള്ള സ്നേഹം കൊണ്ടൊക്കെ ആയിരിക്കും ചെയ്യുന്നത്. ഇല്ലെന്നും ഞാൻ പറയുന്നില്ല. ചിലപ്പോൾ ദൈവത്തോടുള്ള സ്നേഹം എങ്ങനെയെങ്കിലും കുറച്ച് പേരൊക്കെ രക്ഷിക്കപ്പെടണം എന്നുള്ള ആഗ്രഹമൊക്കെ കാണുമായിരിക്കും. അതുകൊണ്ട് അതിനുവേണ്ടി നമ്മൾ പ്രത്യേകിച്ച് ടെക്നിക്കൊന്നും ഉപയോഗിക്കണ്ട. ആരെയെങ്കിലുമൊക്കെ കർത്താവിലേക്ക് നേടാൻ നമ്മൾ പ്രത്യേകിച്ച് മാനുഷിക ബുദ്ധിയും മറ്റുള്ള കാര്യങ്ങളും ഒന്നും ഉപയോഗിക്കണ്ട. എന്ത് ചെയ്താൽ മതി? ട്രസ്റ്റ് ഇൻ ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവീൻ. അപ്പം ലോകത്തിലേക്ക് നമ്മളെ അയക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഒറ്റയ്ക്കല്ല. നമ്മൾ സ്വർഗത്തിലേക്ക് വിളിക്കപ്പെട്ടവരാണ്, ഭൂമിയിലേക്ക് അയക്കപ്പെട്ടവരാണ്. അയക്കപ്പെടുമ്പോൾ അയക്കുന്നത് നമ്മളെ ഒറ്റയ്ക്കല്ല. വി ആർ നോട്ട് എലോൺ. ഓരോ ദിവസവും കർത്താവിൻ്റെ സന്ദേശവുമായി പോകുമ്പോൾ പരിശുദ്ധാത്മാവിനെ കൂട്ടുപിടിച്ചോണം, തന്നെ പോകല്ല്. ഒരാളോട് സുവിശേഷം പറയുമ്പോൾ പരിശുദ്ധാത്മാവിനെ കൂട്ടുപിടിച്ചോണം, തന്നെ പോകരുത്. പൗലോസ് ഫിലിപ്പിയിൽ ചെന്ന് വലിയ പ്രസംഗമൊക്കെ പ്രസംഗിച്ചു. ലുദിയ രക്ഷിക്കപ്പെട്ടു. പക്ഷെ അതിന് മുമ്പ് എഴുതിയിരിക്കുന്ന ഒരു വാക്കുണ്ട്, എന്താണെന്നറിയാമോ? ദൈവം ലുദിയായുടെ ഹൃദയം തുറന്നു. എൻ്റെ പ്രിയമുള്ളവരെ, ദൈവം ലുദിയായുടെ ഹൃദയം തുറന്നില്ലായിരുന്നെങ്കിൽ പൗലോസ് തലയും കുത്തി നിന്ന് പ്രസംഗിച്ചാലും ഈ സുവിശേഷം അവളുടെ തലയെ കയറത്തില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സുവിശേഷം അറിയിക്കുമ്പോൾ എപ്പോഴും പരിശുദ്ധാത്മാവിനെ കൂട്ടുപിടിച്ചോണം. ഡോണ്ട് ഗോ എലോൺ. നമ്മളെ അവൻ ഒറ്റയ്ക്കല്ല വിട്ടിരിക്കുന്നത്. ശിഷ്യന്മാരോട് പറയുകയാണ്, ഇതുവരെ ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരുന്നു, ഞാൻ നിങ്ങളെ അയച്ചു, എന്നാൽ ഇപ്പോൾ ഞാൻ പോവുകയാണ്. നിങ്ങൾ ഇനിയും ഞാൻ ചെയ്ത തീർത്ത ദൗത്യത്തിൻ്റെ ബാക്കി നിങ്ങൾ ചെയ്യണം. പക്ഷെ ചെയ്യുന്നത് ഒറ്റയ്ക്കല്ല. പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവിൻ. ഈ പരിശുദ്ധാത്മ ശക്തിയിലാണ് മിഷൻ പ്രവർത്തിക്കുന്നത്. എൻ്റെ സ്വന്തം ശക്തിയിലല്ല, എൻ്റെ ഇൻ്റലിജൻസ് കൊണ്ടല്ല, എൻ്റെ വാക്ചാതുര്യം കൊണ്ടല്ല. ചില ആളുകൾ പറയും, അയാളുടെ പ്രസംഗം എന്നാ ഒഴുക്ക, ഇല്ലേ? അങ്ങനെ പ്രസംഗം ഒഴുകിയത് കൊണ്ടൊന്നും ആരും രക്ഷിക്കപ്പെടണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾ ആളുകളെ രസിപ്പിച്ചത് കൊണ്ടൊന്നും ആരും രക്ഷിക്കപ്പെടണമെന്ന് നിർബന്ധമില്ല. എന്താണ് ആവശ്യമായിരിക്കുന്നത്? ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവിൻ. എൻ്റെ വാക്കുകളെ കേൾക്കുമ്പോൾ നിങ്ങളെല്ലാവരും സുവിശേഷകരാകുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ജോലി ചെയ്യരുതെന്നല്ല ഞാൻ പറയുന്നത്.
വി ഓൾ നീഡ് ടു ബിക്കം വിറ്റ്നസസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. കാരണം ഈ സമാധാനത്തിൻ്റെ സന്ദേശം, ഈ സമാധാനത്തിൻ്റെ സുവിശേഷം, എന്ത് സമാധാനം? പീസ് വിത്ത് ഗാഡ്, ദൈവത്തോടുള്ള സമാധാനത്തിൻ്റെ ഈ സന്ദേശം ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. പാലം പണിത് കഴിഞ്ഞു, പക്ഷേ പാലത്തെ കൂടെ ആൾ കയറണമെങ്കിൽ അവിടെ ചെന്ന് പറയണം പാലം പണിതെന്ന്. അത് പറയാൻ പോകുമ്പോൾ ആരെ കൂട്ടുപിടിച്ചോണം? പരിശുദ്ധാത്മാവിനെ. എന്നിട്ട് പറയുകയാണ്, ആരുടെ പാപങ്ങൾ നിങ്ങൾ മോചിക്കുന്നുവോ അവർക്ക് മോചിക്കപ്പെട്ടിരിക്കുന്നു, ആരുടെ പാപങ്ങൾ നിർത്തുന്നുവോ അവർക്ക് നിർത്തിയിരിക്കുന്നു. ഇത് പാപമോചനത്തിനുള്ള അധികാരം നമുക്ക് ലഭിച്ചു എന്നുള്ള അർത്ഥത്തിലല്ല. ഇവിടെ പറഞ്ഞിരിക്കുന്ന വാക്യത്തിൻ്റെ അർത്ഥം ഇതാണ്: നിങ്ങൾ പോയില്ലെങ്കിൽ അവരുടെ പാപം അവരിൽ തന്നെ നിൽക്കും. നിങ്ങൾ പോയാൽ നിങ്ങൾ അവരെ പാപങ്ങളിൽ നിന്ന് വിടുവിക്കും. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. ഇത് റെസ്പോൺസിബിലിറ്റിയെ കുറിച്ചാണ് പറയുന്നത്, അല്ലാതെ പ്രിവിലേജ് അല്ല. അതുകൊണ്ട് ദൈവം എനിക്ക് പാപമോചനത്തിനുള്ള അധികാരം തന്നിരിക്കുന്നു. പാപമോചനത്തിനുള്ള അധികാരം നമുക്ക് ആർക്കും ഇല്ല. ദൈവത്തിനല്ലാതെ വേറെ ആർക്കും പാപമോചനത്തിനുള്ള അധികാരം ഇല്ല. പക്ഷെ പാപമോചനത്തിന്റെ സന്ദേശം കൊടുക്കാനുള്ള അവകാശം നമുക്കുണ്ട്. നിങ്ങൾ ആ സന്ദേശം ജനങ്ങളുടെ അടുത്ത് എത്തിക്കുന്നു എങ്കിൽ നിങ്ങൾ അവരുടെ പാപത്തെ മോചിക്കും. മോചിക്കുന്നത് യേശുവാ, പക്ഷേ ഞാനാണ് പോയി പറയുന്നത്. ജയിലിൽ അടയ്ക്കപ്പെട്ട ഒരു വ്യക്തി ഒരു ദയാഹർജി കൊടുത്തു. അവനെ കൊല്ലാൻ പോവുകയാണെന്ന് വെച്ചു. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരു വ്യക്തി പ്രസിഡന്റിന് ദയാഹർജി കൊടുത്തു. പ്രസിഡന്റ് അവനെ വിടുവിക്കുവാനുള്ള സന്ദേശം, പണ്ടത്തെ കാലത്താണെന്ന് വെച്ചു, ഇപ്പോഴെല്ലാം ഇലക്ട്രോണിക്കൊക്കെ, അന്ന് ഇലക്ട്രോണിക് ഒന്നും അല്ല. അതുകൊണ്ട് പ്രസിഡന്റിന്റെ സന്ദേശം ഒരു സെക്രട്ടറിയുടെ കയ്യിൽ എത്തിച്ചു. സെക്രട്ടറിയോട് പറഞ്ഞു ഇതുകൊണ്ട് ജയിലുകൾക്ക് കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു, അല്ലെങ്കിൽ ഈ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവൻ്റെ കയ്യിൽ കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു. അയാൾ വന്ന വഴിക്ക് അയാളുടെ ഭാര്യയ്ക്ക് എങ്ങാണ്ട് പോകണമായിരുന്നു. അയാൾ ഭാര്യയുടെ കൂടെ പോയി 2 ദിവസം വെക്കേഷൻ എടുത്തു. വെക്കേഷനൊക്കെ എടുത്ത് തിരിച്ചു വന്നു കഴിഞ്ഞപ്പം സംഭവിച്ചതെന്നറിയാമോ? പുള്ളി തിരിച്ചു വന്നത്, അല്ലെങ്കിൽ ഇത് വെള്ളിയാഴ്ചയാണ് കൊടുത്തെന്ന് വെച്ചു, തിങ്കളാഴ്ചയാണ് ഇവനെ കൊല്ലുന്നത്, അല്ലെങ്കിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നത്. അപ്പോൾ ഈ വ്യക്തി ഈ കടലാസ് ഇവന് കൊണ്ട് കൊടുക്കാതെ ടൂർ അടിച്ചിട്ട് തിരിച്ചു വന്നു. ചൊവ്വാഴ്ച വന്നപ്പോഴത്തേക്ക് ഇവൻ എന്ത് ചെയ്തു? കൊല്ലപ്പെട്ടു, മരിച്ചു. അപ്പം നമ്മൾ ഇങ്ങനോട് എന്താ പറയും? എന്നാലും നീ ആ പാപത്തിനെ കൊന്നു കളഞ്ഞല്ലോടാ എന്നല്ല പറയത്തുള്ളൂ. അവനാണോ കൊന്നത്? അല്ല, പക്ഷേ കൊന്നതവനാ. പാപക്ഷമ കർത്താവ് കൊടുത്തു കഴിഞ്ഞു. പ്രസിഡന്റ് ദയാഹർജി സ്വീകരിച്ചു, പാപമോചനം കൊടുത്തു. പക്ഷേ ഈ പാപമോചനത്തിന്റെ മെസ്സേജ് നിങ്ങൾ തക്ക സമയത്ത് അവന്റെ കയ്യിൽ കൊടുത്താൽ നിങ്ങൾ അവനെ രക്ഷിക്കും, കൊടുത്തില്ലെങ്കിൽ നിങ്ങൾ അവനെ കൊല്ലും. ഇത്രയും അർത്ഥമേ ഉള്ളൂ ഇവിടെ പറയുന്നത്. അല്ലാതെ ഭൂമിയിൽ മനുഷ്യന് പാപങ്ങളെ മോചിക്കാൻ അവകാശമുണ്ടെന്നല്ല ഇതിന്റെ അർത്ഥം. കർത്താവ് പറയാണ്, ഞാൻ എൻ്റെ രക്തം കൊടുത്ത് ദൈവത്തോട് സമാധാനം ഉണ്ടാക്കുവാൻ മനുഷ്യന് വേണ്ടി വഴി തുറന്നു കൊടുത്തു. ഇനി നിങ്ങൾ ഈ സമാധാന സുവിശേഷത്തിന്റെ സന്ദേശം ജനങ്ങളിൽ എത്തിച്ചാൽ നിങ്ങൾ അവരുടെ പാപങ്ങളിൽ നിന്ന് വിടുവിക്കും. നിങ്ങൾ ഈ സന്ദേശം അവരുടെ കയ്യിൽ എത്തിച്ചില്ലെങ്കിൽ നിങ്ങൾ മുഖേന അവർ മരിക്കുകയാണ്. നിങ്ങൾ അവരുടെ പാപങ്ങൾ നിർത്തുകയാണ്. ഉത്തരവാദിത്തമാണ്, റെസ്പോൺസിബിലിറ്റിയാണ്. ഭൂമിയിലുള്ള സകല മനുഷ്യരുടെയും പാപങ്ങൾക്ക് പകരമായി യേശു കർത്താവ് മരിച്ചു കഴിഞ്ഞു. ആ സന്ദേശം നിങ്ങളുടെ കയ്യിൽ തന്നിരിക്കുക, കൊണ്ട കൊടുക്കണം. ചൂടടിച്ച് നടക്കരുത്. വി നീഡ് ടു സീ ദാറ്റ് വി ആർ taking this message and reaching the people with this message so that their sins will be forgiven. അവരുടെ പാപങ്ങൾ മോചിക്കപ്പെടേണ്ടതിന് ഈ പാപമോചനത്തിന്റെ സന്ദേശം നിങ്ങൾ അവരുടെ അടുക്കൽ കൊണ്ടുചെല്ലണം. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിങ്ങൾ ഈ സന്ദേശവുമായിട്ട് ലോകത്തിലേക്ക് ഇറങ്ങിച്ചെല്ലണം. നമ്മൾ സ്വർഗത്തിനായി വിളിക്കപ്പെട്ടവരാണ്, ലോകത്തിലേക്ക് അയക്കപ്പെട്ടവരാണ്. നമ്മളെല്ലാം ദൈവം വിളിച്ചിരിക്കുന്ന എന്തിനാണ്? സ്വർഗത്തിനായി വിളിച്ചു. എന്നാൽ സ്വർഗത്തിനായിട്ട് പോകുന്നത് പോലെ പ്രാധാന്യമുള്ള ഒരു ദൗത്യം നമ്മളെ ഫലമേൽപ്പിച്ചിരിക്കുന്നു. ഭൂമിയിലേക്ക് നമ്മളെ അയച്ചിരിക്കുന്നു. യേശു ക്രിസ്തുവിലൂടെയുള്ള പാപമോചനത്തിന്റെ സന്ദേശത്തിന്റെ വാഹകരായിട്ട് പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ നമ്മൾ ഇറങ്ങിച്ചെല്ലണം.
നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നു അവരുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. എന്താണ് അർത്ഥം? ഈ പാപമോചനത്തിൻ്റെ സന്ദേശം നിങ്ങൾ പോക്കറ്റിലിട്ടുകൊണ്ട് നടക്കാനുള്ളതല്ല. ചെന്ന് പറ, ഇനി നീ പാപത്തിൽ കഴിയേണ്ട കാര്യമില്ല. ജീസസ് ഹാസ് ഡൈഡ് ഫോർ യു. യേശു നിനക്ക് വേണ്ടി മരിച്ചു, പാലം പണിതു. കുഞ്ഞെ, ദൈവവുമായിട്ട് നിനക്ക് സമാധാനമുണ്ടാക്കാൻ കഴിയും. യു ക്യാൻ ഹാവ് പീസ് വിത്ത് ഗാഡ്. ആ സന്ദേശം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ ചെന്ന് പറയുവാൻ ഇന്ന് നമ്മളെ ദൈവം ഫലമേൽപ്പിച്ചിരിക്കുകയാണ്. ദൈവസന്നിധിയിൽ നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ഫലമേൽപ്പിക്കാം. സ്വർഗ്ഗപിതാവേ, ലോകത്തിൽ നിന്ന് ഞങ്ങളെ തിരഞ്ഞെടുത്തു, ലോകത്തിൽ നിന്ന് ഞങ്ങളെ വേർതിരിച്ചു, ലൗകികരല്ലാതാക്കി, നിന്റെ കൂട്ടായ്മയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിച്ചു. നീ എങ്ങനെ ഉള്ളവനെന്ന് ഞങ്ങളെ പഠിപ്പിച്ചു. നിന്റെ ഹൃദയം ഞങ്ങൾക്ക് നിന്റെ വചനത്തിലൂടെ വെളിപ്പെടുത്തി. നിന്റെ കൂട്ടായ്മയിലേക്ക് പ്രവേശിക്കുവാനുള്ള യോഗ്യത ഞങ്ങൾക്ക് നീ തന്നു. അങ്ങനെ ഈ ഭൂമിയിൽ ഞങ്ങൾക്ക് നീയുമായി കൂട്ടായ്മയുണ്ട് എന്ന് തന്നെയല്ല, ഈ കൂട്ടായ്മ ഞങ്ങൾ തുടരുകയും ആത്യന്തികമായി നീ ഇരിക്കുന്ന ഇടത്ത് ഞങ്ങളും ഇരിക്കേണ്ടതിന് ഞങ്ങളെ സ്വർഗത്തിനായി വിളിച്ചിരിക്കുന്നു. ലൗകികരായ ഞങ്ങളെ നീ സ്വർഗീയരാക്കിയിരിക്കുന്നു. എന്നാൽ ആ സ്വർഗീയത ഞങ്ങളിൽ നിറച്ചിട്ട് നീ ഞങ്ങളെ വീണ്ടും ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു. എന്തിനെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു? ലൗകികരായവരെ വീണ്ടും സ്വർഗീയരാക്കുവാൻ. ആ സമാധാന സുവിശേഷത്തിൻ്റെ സന്ദേശം നീ ഞങ്ങളെ ഫലമേൽപ്പിച്ചിരിക്കുന്നു. നിന്റെ കൈകൾ ആണിയടിക്കപ്പെട്ടു, നിന്റെ വിലാപ്പുറം കുത്തിത്തുളയ്ക്കപ്പെട്ടു. അങ്ങനെ കർത്താവേ, ഞങ്ങൾക്കിപ്പോൾ ദൈവത്തോട് സമാധാനമുണ്ട്. ദൈവ സാന്നിധ്യത്തിലേക്ക് ഞങ്ങൾക്ക് പ്രവേശനവും ലഭിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ കർത്താവേ, ഈ സന്ദേശം മറ്റുള്ളവരിലേക്ക് പകരുവാൻ നീ ഞങ്ങളെ കമ്മീഷൻ ചെയ്തിരിക്കയാൽ ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ തനിയെ വിടുകയല്ല, പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് നൽകിയിരിക്കയാൽ ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടെ സുവിശേഷ സന്ദേശത്തിൻ്റെ വാഹകരായി അനേകരെ പാപത്തിൽ നിന്ന് വിടുവിക്കുവാൻ, അനേകരെ യേശു ക്രിസ്തുവുമായി ബന്ധിപ്പിക്കുവാൻ, ദൈവ സമാധാനത്തിലേക്ക് പ്രവേശിപ്പിക്കുവാൻ കർത്താവെ, നീ മനുഷ്യവർഗത്തെ ദൈവത്തോട് നിരപ്പിക്കുക മാത്രമല്ല, നിരപ്പിൻ്റെ ശുശ്രൂഷ ഞങ്ങളെ ഫലമേൽപ്പിച്ചിരിക്കുന്നു എന്ന് പൗലോസ് പറയുന്നത് പോലെ ആ നിരപ്പിൻ്റെ ശുശ്രൂഷ, ദ മിനിസ്ട്രി ഓഫ് റിക്കൺസിലിയേഷൻ, അത് നീ ഞങ്ങളെ ഫലമേൽപ്പിച്ചിരിക്കയാൽ ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ കർത്താവെ, ഞങ്ങളുടെ ചുറ്റുമുള്ളവരെ ആ നിരപ്പിൻ്റെ ശുശ്രൂഷയിൽ അനേകരെ ദൈവത്തോട് നിരപ്പിക്കുവാൻ പരിശുദ്ധാത്മശക്തിയിൽ ഞങ്ങളെ നീ ഒരുക്കണമേ. ദൈവകൃപ ചൊരിയണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.